പ്രമുഖ പത്രങ്ങളിലെ പ്രമുഖ വാർത്തകൾ ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു സ്പെഷ്യൽ പ്രോഗ്രാം പത്രവാർത്താസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നവംബർ 30 ശനിയാഴ്ചയാണ്. അപ്പം ഈ മാസം തീരും. അതെ, അടുത്ത ഡിസംബറിലോട്ട് നമ്മൾ കിടക്കുക. അപ്പം ഇന്ന് പത്രത്തിനകത്തൊക്കെ മെയിനായിട്ട് കേരള കൗമുദി മെയിനായിട്ട് റിപ്പോർട്ട് ചെയ്തേക്കുന്നത് ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ അയഞ്ഞ അന്വേഷണം. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്ഷേമ പെൻഷനിൽ അനധികൃതമായിട്ട് ഒരുപാട് പേര് ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നുണ്ടെന്നുള്ള ഒരു റിപ്പോർട്ട് കണ്ടെത്തിയിട്ടുണ്ടെന്ന്. അപ്പം അത് ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ അയഞ്ഞ അന്വേഷണം, തട്ടിപ്പുകാർ പിന്മാറണമെന്ന സർക്കാരിന്റെ അഭ്യർത്ഥന. പാവപ്പെട്ടവർക്ക് 1600 രൂപയുടെ പ്രതിമാസ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സർക്കാർ ജീവനക്കാരും സർവീസ് പെൻഷൻകാരും നാട്ടിലെ സമ്പന്നരും അടക്കം തട്ടിയെടുക്കുന്നതിൽ വ്യാപക അന്വേഷണം നടത്തുന്നതിൽ നിന്ന് സർക്കാർ ഒഴിഞ്ഞുമാറുന്നു. കൂടുതൽ ക്രമക്കേട് കണ്ടെത്തിയ കോട്ടയ്ക്കൽ നഗരസഭ ഉത്തരവാദികൾക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടെങ്കിലും അത് ആ നഗരസഭയിൽ മാത്രമായി പരിമിതപ്പെടുത്തി. ബാങ്ക് വഴി സാമൂഹ്യ പെൻഷൻ വാങ്ങുന്നവരെക്കുറിച്ച് കൂടുതൽ പരിശോധന നടത്തണമെന്ന ഒഴുക്കൻ നിർദ്ദേശം സംസ്ഥാന വ്യാപകമായി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകിയാൽ ഒഴിച്ചാൽ മറ്റ് നടപടികളിലേക്ക് കടക്കാൻ താല്പര്യപ്പെടുന്നില്ല. കൈപ്പറ്റുന്നവർക്ക് സ്വയം പിന്മാറണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സർക്കാർ ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് ഏറ്റവും കൂടുതൽ ക്രമക്കേട് കണ്ടെത്തിയെന്ന് പറയുന്നത് കോട്ടയ്ക്കൽ നഗരസഭയിലായിരുന്നു. അപ്പോൾ ഉത്തരവാദികൾക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടെങ്കിലും അത് ആ നഗരസഭയുടെ പരിധിയിൽ മാത്രമായിട്ട് ഉൾപ്പെട്ടു. അപ്പോൾ സർക്കാർ കൂടുതലും പറയുന്ന കൈപ്പറ്റുന്നവർ സ്വയം പിന്മാറണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. അപ്പം കടുത്ത നടപടികൾ ഉണ്ടാവില്ല എന്ന സൂചനയാണ്. അപ്പം ഇങ്ങനെ ഇത്തരത്തിലും അവരോട് കൈപ്പറ്റുന്നവര് സ്വയം പിന്മാറണം എന്ന് പറയുമ്പോഴത്തേക്കും അനധികൃതമായിട്ട് ഇങ്ങനെ നമുക്ക് അവകാശമില്ലാതെ അതിനായിട്ട് വാങ്ങിക്കുന്നവരെല്ലാവരും സ്വയമായിട്ട് അത് പിന്മാറുവാണെങ്കിൽ അതിന് അത്രത്തോളം പോകത്തില്ല എന്നാണ്. അപ്പം നമുക്ക് തന്നെ അറിയാലോ, നമുക്ക് അവകാശപ്പെട്ടതല്ലെങ്കിൽ നമ്മളായിട്ട് മാറുക. അത് പാവപ്പെട്ടവർക്ക് കിട്ടേണ്ട 1600 രൂപയാണ്. അപ്പൊ അതാണ് ഇവര് അനധികൃതമായിട്ട് ആൾക്കാർ മേടിക്കുന്നത്. അപ്പം അവർ തന്നെ സ്വയമേ മാറണമെന്നാണ് സർക്കാർ പറയുന്നത്. അപ്പം അത് കടുത്ത നടപടി ഉണ്ടാകില്ല എന്നൊരു സൂചന, സർക്കാരിൻ്റെ ഈ നിലപാട് കടുത്ത നടപടി ഉണ്ടാകില്ല എന്നൊരു സൂചനയാണ് നൽകുന്നത്. അതേസമയം സംസ്ഥാന വ്യാപകമായി അന്വേഷണം ശുപാർശ ചെയ്യും, അഴിമതിക്കും സാമ്പത്തിക കുറ്റകൃത്യത്തിനും നടപടി നിർദ്ദേശിച്ചും വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്ത മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പം സംസ്ഥാന വ്യാപകമായി അന്വേഷണം ശുപാർശ ചെയ്യുമെന്നും അഴിമതിക്കും സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കും നടപടി നിർദ്ദേശിച്ചും വിജിലൻസിന്റെ ഡയറക്ടർ യോഗേഷ് ഗുപ്ത മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഉദ്യോഗസ്ഥരുടെ സ്വത്ത് കണ്ടുകെട്ടണമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടും. അപ്പം ഇവരുടെ ഇപ്പൊ ഇത്തരം അനധികൃതമായിട്ട് പെൻഷൻ കൈപ്പറ്റുമ്പോൾ ഉദ്യോഗസ്ഥരിലും നമ്മളത് പരിശോധിക്കേണ്ടതാണ്, അവരുടെ സ്വത്തുക്കളും എന്താണ്. അതെ, ഉദ്യോഗസ്ഥരുടെ എല്ലാം സ്വത്ത് കണ്ടുകെട്ടണമെന്നും പറയുന്നുണ്ട്. അപ്പൊ റിപ്പോർട്ടിൽ വിജിലൻസിലെ ഇന്റലിജൻസ് വിഭാഗം നടത്തിയ പരിശോധനയിൽ എല്ലാ ജില്ലകളിലും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ക്ഷേമ പെൻഷൻ തട്ടിയെടുക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം വിജിലൻസിലെ ഇന്റലിജൻസ് വിഭാഗം നടത്തിയ പരിശോധനയിൽ എല്ലാ ജില്ലകളിലും സർക്കാർ ഉദ്യോഗസ്ഥര് ഇത്തരത്തിലുള്ള ക്ഷേമ പെൻഷൻ തട്ടിയെടുക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ധനവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ഇൻഫർമേഷൻ കേരള നടത്തിയ പരിശോധനയിൽ 1458 സർക്കാർ ജീവനക്കാരും കഴിഞ്ഞ വർഷം CAG നടത്തിയ പരിശോധനയിൽ 9201 പേരും സർക്കാർ ജീവനക്കാരും സർവീസ് പെൻഷൻകാരും അനർഹമായ സാമൂഹ്യ പെൻഷൻ വാങ്ങി പോകുന്നതായിട്ട് സർക്കാർ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ധനവകുപ്പിന്റെ കണക്കുകൾ പ്രകാരം 1458 സർക്കാർ ജീവനക്കാരാണ് ഇത്തരത്തിൽ അനധികൃതമായിട്ട് ഇത് പെൻഷൻ കൈപ്പറ്റുന്നത്. എന്തുകൊണ്ടാണ് അന്വേഷണം ശക്തമാകുന്നില്ല? അതായത് വാർഡ് മെമ്പർമാരുടെ ശുപാർശയോടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ലഭിക്കുന്ന അപേക്ഷകളാണ് പരിഗണിക്കുന്നത്. തട്ടിപ്പിന് ഒത്താശ ചെയ്യുന്നതിന് നേതാക്കളും പാർട്ടികളും പ്രതിക്കൂട്ടിലാകും. അപ്പൊ ഈ എന്തുകൊണ്ടാണ് സർക്കാർ ഇത്തരത്തിൽ ഈ ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ ഒരു അയഞ്ഞ അന്വേഷണം നടത്തുന്നതെന്ന് പറഞ്ഞാൽ, ഈ വാർഡ് മെമ്പർമാരുടെ ശുപാർശയോടെയാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ ലഭിക്കുന്ന അപേക്ഷകളൊക്കെ പരിഗണിക്കുന്നത് പ്രധാനമായിട്ടും. അപ്പൊ തട്ടിപ്പിൽ ഒത്താശ ചെയ്യുന്ന നേതാക്കൾക്കും പാർട്ടികളും എല്ലാം, അപ്പൊ ഇത്തരത്തിൽ അന്വേഷണം വരികയാണെങ്കിൽ ഇതിന് കൂട്ടു നിൽക്കുന്ന നേതാക്കളും പാർട്ടികളും എല്ലാം പ്രതിക്കൂട്ടിലാകും. അത് ഒരു അന്വേഷണം നടത്താതിരിക്കാനുള്ള ഒരു കാരണമാണ്. പിന്നെ തൊഴിലില്ലാതിരുന്ന കാലഘട്ടങ്ങളിൽ അപേക്ഷകരുടെയും രാഷ്ട്രീയ സ്വാധീനം താൽക്കാലികമായി സർവീസിൽ കയറുകയും അതേ സ്വാധീനത്തിൽ സർക്കാർ സർവീസിൽ സ്ഥിരപ്പെടുകയും ചെയ്ത ഉദ്യോഗസ്ഥരാണ് പെൻഷൻ തട്ടിയെടുക്കുന്നത്. പാർട്ടിയും സർക്കാരും അപ്പോൾ അത് പ്രതിക്കൂട്ടിലാകും. അപ്പം തൊഴിലില്ലാതിരുന്ന കാലഘട്ടത്തിൽ അപേക്ഷിക്കുകയും രാഷ്ട്രീയ സ്വാധീനത്താൽ താൽക്കാലികമായി സർവീസിൽ കയറുകയും. രാഷ്ട്രീയത്തിന്റെ സ്വാധീനമാണ് എല്ലാവരും. ഇപ്പം നമുക്ക് കഴിവുണ്ടെന്ന് പറഞ്ഞാലും പല ജോലിക്കാണെങ്കിൽ പോലും രാഷ്ട്രീയ സ്വാധീനത്താലാണ് എല്ലാം നടക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഇത് തന്നെയാണ് ഇവിടെ പറയുന്നത്. രാഷ്ട്രീയ സ്വാധീനത്താല് പൈസകളെല്ലാം പിടിച്ചപ്പോൾ അനധികൃതമായിട്ട് സ്വത്തുക്കൾ കൈവച്ചേക്കുന്നതാണ്. അപ്പം
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് തന്നെ അതിൻ്റെ അന്വേഷണങ്ങളൊക്കെ തുടങ്ങണം എന്നുള്ള രീതിക്കാണ് അവർ പറയുന്നത്. തൊഴിലില്ലാത്ത കാലഘട്ടമൊക്കെ നമ്മളിപ്പം രാഷ്ട്രീയം, നമുക്കൊരു ജോലി കിട്ടാതിരിക്കുമ്പോൾ നമ്മളിപ്പോൾ രാഷ്ട്രീയത്തിൽ ആരെങ്കിലും അറിയാമെങ്കിൽ അവരെ കൊണ്ട് റെക്കമെൻഡ് ചെയ്യിപ്പിച്ച് ജോലിക്കൊക്കെ കയറുന്ന ഒരു ഇത് പതിവായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അങ്ങനെ സർവീസിൽ കയറുകയും അതേ സ്വാധീനത്തോടെ സർക്കാർ സർവീസിൽ സ്ഥിരപ്പെടുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ് പെൻഷൻ തട്ടിയത്. അപ്പം അത്തരത്തിലുള്ള ആൾക്കാരാണ് ഇപ്പോൾ രാഷ്ട്രീയ സ്വാധീനം വെച്ച് ജോലിക്ക് കയറുകയും അങ്ങനെ പിന്നീട് ആ ജോലി സ്ഥിരമാക്കുകയും ചെയ്യുന്നവരാണ് ഇത്തരത്തിൽ കൂടുതലും തട്ടിയെടുക്കുന്നത്. അപ്പോൾ പാർട്ടിയും സർക്കാരും ഇതിനകത്ത് പ്രതിക്കൂട്ടിലാകുമെന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതാണ് കൂടുതൽ ഈ അന്വേഷണം വരാത്തത്. പിന്നെ അതായത് ധനമന്ത്രിയായ KN ബാലഗോപാലൻ ഉടൻ നടപടി ഉണ്ടാകും, കൃത്യമായ അന്വേഷണം കഴിയാതെ ആളുകൾ പേരുകൾ പുറത്തുവിടാനാകില്ലെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉടൻ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞേക്കുന്നത് ഉടൻ നടപടി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കൃത്യമായ അന്വേഷണം കഴിയാതെ ആരൊക്കെയാണ് തട്ടിപ്പ് നടത്തിയെന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ പേര് പുറത്തുവിടാനാകില്ലെന്ന് വെളിപ്പെടുത്താൻ പറ്റില്ലല്ലോ. ആരാണ് കുറ്റം ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് അറിയാതെ ഒരാളെ പ്രതിക്കൂട്ടിലാക്കാൻ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് അതിൻ്റെ അന്വേഷണങ്ങൾ തുടരുകയാണ്. വ്യക്തമായ ഒരു ആരൊക്കെയാണ് അങ്ങനെ തട്ടിയെടുത്തിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെന്നൊക്കെ അറിയാൻ പറ്റുമായിരിക്കും. അതെ, ഇപ്പം സർക്കാരുടെ അതിൻ്റെ മട്ടിലാണ് അന്വേഷണം നടത്തുന്നത്. അപ്പം നോക്കാം. പിന്നെ കോട്ടയ്ക്കലിൽ BMW കാർ ഉണ്ടായിട്ടും ക്ഷേമ പെൻഷൻ. അതായത് കോട്ടയ്ക്കൽ നഗരസഭയിലെ 7-ാം വാർഡ് നായാടിപ്പാറയിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന 42 പേരിൽ 38 പേർക്കും അനർഹരാണെന്ന് കണ്ടെത്തി. BMW കാർ ഉടമ ഉൾപ്പെടെ പെൻഷൻ പട്ടികയിൽ ഉണ്ടെന്ന് ധനവകുപ്പ് പരിശോധനാ വിഭാഗം കണ്ടെത്തിയത്. അപ്പം 42 പേരിൽ 38 പേർക്കും BMW കാറുണ്ട്, എന്നിട്ടാണ് അവർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നത്. അപ്പം മിക്കവരുടെയും വീട് 2000 ചതുരശ്ര അടി തറവിസ്തൃതിയിലും കൂടുതൽ വലിപ്പമുള്ളതുമാണ്. അപ്പോൾ അത്രയും വലിയ വീടുകളുമാണ് ഇവർക്കുള്ളത്. അപ്പം ഭാര്യയോ ഭർത്താവോ സർവീസ് പെൻഷൻ പറ്റുന്നവരും ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുമുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം ഇവരിൽ നിന്ന് പണം തിരിച്ചു പിടിക്കും. 2010 മുതൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ അനർഹരുടെ പട്ടികയിലുണ്ട്. ഇതിൽ ഒരാൾ ജീവിച്ചിരിപ്പില്ല. അനർഹർ കടന്നുകൂടിയത് ഉദ്യോഗസ്ഥ തലത്തിലെ പിഴവാണെന്ന് കോട്ടയ്ക്കൽ നഗരസഭ ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ ആരോപിച്ചു. UDF ഭരിക്കുന്ന കോട്ടയ്ക്കലിലെ BJPയുടെ 2 വാർഡുകൾ ഒന്നാണ് നായാടിപ്പാറ എന്നത്. അപ്പം അനർഹർ കടന്നുകൂടിയത് ഉദ്യോഗസ്ഥ തലത്തിലെ പിഴവാണെന്നാണ് കോട്ടയ്ക്കൽ നഗരസഭ ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ ആരോപിക്കുന്നത്. അപ്പം അത് ഉദ്യോഗസ്ഥരുടെ ഒരു പിഴവ് തന്നെയാണ്. കാരണം ഇത്തരത്തിൽ അത് 1-2 ആൾക്കാരല്ല, BMW കാർ 2000 ചതുരശ്ര അടി വിസ്തൃതിയിലൊക്കെ അതിൽ കൂടുതലുള്ള വീടുകളുമൊക്കെയാണ് ഇവർക്കൊക്കെ ഉള്ളത്. അങ്ങനെയുള്ളവരൊക്കെ ഇങ്ങനെ പെൻഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള തരത്തിൽ സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുക എന്ന് പറയുമ്പോൾ അത് അർഹതപ്പെട്ടവരുടെയാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അനധികൃതമായിട്ട് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ നടക്കുന്നുണ്ടെന്നാണ് നമുക്കിതിനകത്ത് മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ നല്ല രീതിയിൽ അന്വേഷണങ്ങൾ നടക്കും. 42 പേരിൽ 38 പേർക്കും BMW ഉണ്ട്. അപ്പോൾ ഓർത്തുക അവരുടെ ഫിനാൻഷ്യലുള്ള ഒരു സ്റ്റാറ്റസ് എന്താണെന്ന് നമുക്ക് അപ്പം തന്നെ ഊഹിക്കാം. പിന്നെ 2000 ചതുരശ്ര അടി തറവിസ്തൃതിയിലുള്ള വലിപ്പമുള്ള വീടും ഉണ്ട്. എന്നിട്ടും ഈ പാവങ്ങൾക്ക് കൊടുക്കേണ്ട ഇതിനകത്താണ്. അതും 1458 സർക്കാർ ജീവനക്കാർ അനധികൃതമായിട്ട് ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നു. ഇതിനെതിരെ സർക്കാർ എത്രയും പെട്ടെന്ന് ഒരു നടപടി എടുക്കട്ടെ എന്നിട്ട് അവകാശപ്പെട്ടവർക്ക് അത് ആർക്കാണോ കൊടുക്കുക ആ ഒരു രീതിയിൽ അതിനൊരു നല്ലൊരു തീരുമാനങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത് നമ്മൾ ഇന്നലെ വാർത്തകളിലൊക്കെ ഭയങ്കര ചർച്ച ചെയ്തിരുന്നു ബാലഭാസ്കറിന്റെ മരണം. വീണ്ടും അതായത് ബാലഭാസ്കറിന്റെ മരണം കൊലപാതകമാണെന്ന് തന്നെ പറയുന്ന അദ്ദേഹത്തിൻ്റെ ഡ്രൈവറായിരുന്ന അർജുൻ തന്നെയാണ് അതിൻ്റെ കാരണക്കാരൻ എന്നുള്ള രീതിക്ക്. അപ്പോൾ അതിന് വേറൊരു കാര്യം എന്ന് വെച്ചാൽ അർജുൻ ഒരു മോഷണ കേസിൽ പ്രതിയായിരിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പം ബാലഭാസ്കറിൻ്റെ മരണത്തിൻ്റെ കേസ് വീണ്ടും കുത്തിപ്പൊക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിന് കറക്റ്റായിട്ട് പ്രതി അർജുനാണെങ്കിൽ അർജുനെ തന്നെ അത് ശിക്ഷിക്കണം എന്നുള്ള രീതിക്കാണ്. അപ്പം നമുക്കത് നോക്കാം. എന്തായാലും പെരിന്തൽമണ്ണയിലെ സ്വർണ്ണക്കവർച്ച കേസിൽ വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ ഡ്രൈവറായിരുന്ന അർജുൻ അറസ്റ്റിലായതോടെ അപകട മരണക്കേസ് വീണ്ടും ചർച്ചയാകുന്നു. ശരി, അപകട മരണമാണ്, താനൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അർജുൻ ഒരുപാട് വാദിച്ചിരുന്നു. അർജുൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അർജുൻ ഒരുപാട് വന്നതുകൊണ്ട് തന്നെ നഷ്ടപരിഹാരം വേണമെന്നൊക്കെ പറഞ്ഞ് അർജുൻ ഒത്തിരി പയറ്റിയിരുന്നു. പക്ഷെ അതിനൊന്നും ഇപ്പോൾ പറയുന്നത് അത് അർജുൻ മനഃപൂർവ്വം അല്ലെങ്കിൽ അർജുൻ്റെ ഭാഗത്തുനിന്ന് സംഭവിച്ച പിഴവ് തന്നെയാണ് മരണകാരണം എന്നുള്ള രീതിക്കാണ് പോകുന്നത്.
തുടക്കം മുതൽ ഇതുമായി ബന്ധപ്പെട്ട ആരോപണം നിലവിലുണ്ടായിരുന്നെങ്കിലും ബാലഭാസ്കറിന്റെ പിതാവ് KC ഉണ്ണി വീണ്ടും ഈ ആരോപണവുമായി രംഗത്തെത്തി. അദ്ദേഹത്തിന്റെ അച്ഛൻ അന്ന് 6 വർഷം മുമ്പ് ഈ സംഭവം നടക്കുമ്പോഴും ഇങ്ങനെ പറഞ്ഞിരുന്നു. ഒരുപാട് കേസുമായിട്ട് ഇതിങ്ങനെയല്ല, കൊലപാതകമാണെന്ന് പറഞ്ഞ് വരുമ്പോഴും അതിന് അത്രത്തോളം പ്രാധാന്യം കൊടുത്തില്ല. ഇത് ഇത്രയും വർഷമായിട്ടും ഇതിനൊരു തീരുമാനം ഉണ്ടായിട്ടില്ലെന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ. അപ്പോൾ ഇപ്പോൾ വീണ്ടും പറയുകയാണ് KC ഉണ്ണി, അദ്ദേഹത്തിന്റെ പിതാവ്, ബാലഭാസ്കറിന്റെ പിതാവ് KC ഉണ്ണി വീണ്ടും ഈ ആരോപണമായി രംഗത്തെത്തി. അപകട സമയത്ത് ബാലഭാസ്കറിന്റെ ഡ്രൈവറായിരുന്നു മലപ്പുറത്ത് സ്വർണ്ണക്കവർച്ചാ കേസിൽ അറസ്റ്റിലായ അർജുൻ. 2 സഹോദരങ്ങൾ നടത്തുന്ന ജ്വല്ലറിയിലെ സ്വർണം കവർന്ന ആ കേസിനകത്ത് പ്രതിയാണ് ഈ പറഞ്ഞ അർജുൻ. വിഷയം വീണ്ടും ശക്തമായി ഉന്നയിക്കാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം. ഇതിന്റെ ഭാഗമായി അർജുൻ അറസ്റ്റിലായ വിവരം ഉൾപ്പെടെ CBIയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് ഉണ്ണി അറിയിച്ചു. സത്യം പുറത്തു വരുമെന്നാണ് വിശ്വാസം. നമുക്ക് വിശ്വസിക്കാനേ പറ്റുള്ളൂ. ഇപ്പോൾ ഏത് കേസാണെങ്കിലും സത്യം പുറത്തു വരുമോ ഇല്ലയോ എന്നുള്ളത് അത് അന്വേഷിക്കുന്നവരുടെ ഇതും ഒക്കെയാണ്. പിന്നെ പ്രതികൾ അതിൻ്റെ ഇടയ്ക്ക് എത്രത്തോളം നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും ഇതിനിടയ്ക്ക്. അർജുൻ നേരത്തെയും ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. ഒരുപാട് കേസുകളിൽ പ്രതിയാണെന്നുള്ളതൊക്കെ ഇന്നലെ ഒരുപാട് ചർച്ച ചെയ്തിരുന്നു. ആര് ചാകുന്നു, ആരെ കൊല്ലുന്നു എന്നതല്ല അവരുടെ പ്രശ്നം, പണം ഉണ്ടാക്കുക എന്നതാണ്. അവർക്കിപ്പം അവർക്ക് പൈസ ഉണ്ടാക്കുക, അത്ര അങ്ങനെ ഉള്ളൂ. മലപ്പുറത്ത് ജ്വല്ലറി ഉടമയിൽ നിന്ന് 3 കിലോ സ്വർണം അവർ എടുത്തുകൊണ്ട് പോയി എന്നാണ് ഇപ്പോൾ അറിയുന്നത്. 3 കിലോ സ്വർണം, ഇപ്പോഴത്തെ സ്വർണത്തിന്റെ ഒരു വിലയൊക്കെ വെച്ച് നോക്കുമ്പോൾ 3 കിലോ സ്വർണ്ണമാണ് എടുത്തത്. പോലീസിന് ഇതുവരെ അവരെ പിടിക്കാനും കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെയാണ് അവരുടെ സ്ഥിരം ജോലി തന്നെ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫീൽഡിൽ തന്നെ ബാലഭാസ്കറിന്റെ ട്രൂപ്പിലുള്ളവരും ഒക്കെ ഇത്തരത്തിൽ ഇപ്പോൾ പല രീതിയിലൊക്കെ പിടിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഇതൊരു കൊലപാതകമാണെന്ന് തന്നെ സമർത്ഥിക്കേണ്ട ഒരു സാഹചര്യത്തിലോട്ട് പോകുന്നത്. ബാലഭാസ്കറിന്റെ മരണത്തിൽ ഒരു നീതിയും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. CBI രണ്ടാമതൊരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അത് എന്താണെന്ന് പരിശോധിച്ച് മുന്നോട്ട് പോകും. ആദ്യ കേസ് പിൻവലിക്കാമെങ്കിൽ അതായത് മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ട്രൈബ്യൂണൽ കേസ് പിൻവലിക്കണമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. അത് വേണ്ട, കേസ് മുന്നോട്ട് പോകട്ടെ എന്നാണ് മറുപടി നൽകിയത്. അതായത് ബാലഭാസ്കറിന്റെ അച്ഛൻ പറഞ്ഞത് മറ്റവര് കേസ് പിൻവലിക്കാമെന്ന് പറഞ്ഞാലും അച്ഛൻ അത് മുന്നോട്ട് പോകണം. കാര്യം അവർക്ക് ആണല്ലോ നഷ്ടപ്പെട്ടത് ശരിക്കും. അപ്പം അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അവർക്കറിയണം. ഇപ്പൊ പല കേസ് ഇതുപോലെ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ, വീട്ടുകാരാണ്. കാരണം വീട്ടുകാർക്ക് മാത്രമാണ് നഷ്ടപ്പെട്ടത്, ബാക്കി ആർക്കും ഒന്നും നഷ്ടപ്പെടാനില്ല. അതെ, അപ്പം അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള രീതിക്ക് തന്നെയാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ ഉണ്ണി പറയുന്നത്. അർജുൻ കൊടുത്ത MACT കേസ് തങ്ങൾ തോറ്റു എന്ന നിലയിലാണ് പോലീസ് തന്നെ പറയുന്നത്. അപകട സമയത്ത് വാഹനം ഓടിച്ചത് ബാലഭാസ്കർ ആണെന്നും അർജുന് താൻ നഷ്ടപരിഹാരം നൽകണമെന്നുമാണ് കേസ്. അപ്പം അർജുൻ അത് പറയാം, കാര്യം ബാലഭാസ്കർ എന്ന ജില്ലയോടെ ഇല്ല. അപ്പം അവർക്ക് അവർ രണ്ടുപേരുടെ ഇടയിലുണ്ടായിരുന്നു, അപ്പൊ അറിയത്തില്ല. അപ്പം അർജുന് അപകടം ഉണ്ടാവുകയും ചെയ്ത്, അപ്പൊ എന്തായാലും നഷ്ടപരിഹാരം ചോദിക്കാം. ബാലഭാസ്കർ ഓടിച്ചത് കൊണ്ടാണ് അപകടം ഉണ്ടായതും. അപ്പൊ എനിക്ക് ഇത്രത്തോളം ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് നഷ്ടപരിഹാരം നൽകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിക്കാണ് കേസ് പോകണമെങ്കിൽ എന്തായാലും നമ്മൾ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. അപ്പം നേരെ മറിച്ച് ബാലഭാസ്കർ അല്ല വണ്ടി ഓടിച്ചത്, അർജുൻ തന്നെയാണ് വാഹനം ഓടിച്ചതെന്ന് തെളിയുവാണെങ്കിൽ അത് തെളിയിക്കാന്നുള്ളതാണ് ഇപ്പോൾ നടക്കേണ്ടത്. അപ്പം നമുക്ക് നോക്കാം എന്താണെന്ന്. ഇൻഷുറൻസ് കമ്പനി അല്ല, മറിച്ച് താൻ ഒരു കോടി നഷ്ടപരിഹാരം നൽകണമെന്നാണ് ആവശ്യം. ഓക്കെ, ഒരു കാര്യവുമില്ലാതെ കേസ് ഇപ്പോൾ വലിയ തലവേദനയായിരിക്കുകയാണ്. കള്ളക്കടത്ത് മാഫിയെ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ഉണ്ണി പറഞ്ഞു. കള്ളക്കടത്ത് മാഫിയയെ സംരക്ഷിക്കാനുള്ള അതായത് ഇപ്പം ഇന്നലത്തെ സ്വർണ്ണക്കേസിൻ്റെയും കൂടെ കണക്ട് ചെയ്താണല്ലോ ഇത് പോകുന്നത്. അപ്പോൾ ആ ഒരു ഇതിനെ സംരക്ഷിക്കാനുള്ളൊരു ന്യായീകരണങ്ങളൊക്കെ മാത്രമാണ് ഇതെന്നാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഉണ്ണി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അർജുൻ മുമ്പും പല കേസുകളിൽ പ്രതിയായിരുന്നു. അപകടത്തിന് ശേഷമാണ് ഈ കേസുകളെക്കുറിച്ച് അറിയുന്നത്. അർജുൻ്റെ അറസ്റ്റോട് കൂടി അത് നമുക്കറിയില്ലല്ലോ, നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്നവർ എത്രത്തോളം വിശ്വസ്തരാണെന്നൊന്നും നമുക്കറിയില്ല. ചിലപ്പോൾ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി കഴിയുമ്പോഴായിരിക്കും ഇവര് ഇങ്ങനെ ഒരുപാട് കേസുകളിൽ പ്രതിയാണെന്നും എന്തൊക്കെയാണ് അവരുടെ ശരിക്കുള്ള യഥാർത്ഥ അവരുടെ സ്വഭാവം, യഥാർത്ഥ മുഖം എന്താണെന്ന് തിരിച്ചറിയുന്നത് ചിലപ്പോൾ അപ്പോഴായിരിക്കും. അപ്പം അത് തന്നെയാണ് ഇപ്പം ബാലഭാസ്കർ ഉണ്ടായിരുന്ന സമയത്ത് അർജുൻ ഡ്രൈവറായിട്ട് നിൽക്കുമ്പോഴും
എന്താ നല്ലൊരു മനുഷ്യൻ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെന്നായിരിക്കും വിചാരിക്കുന്നത്. അപ്പം ഇങ്ങനത്തെ ഒരു മരണം സംഭവിച്ചതിന് ശേഷമാണ് അർജുൻ ഇത്രത്തോളം കേസുകളിലൊക്കെ പ്രതിയാണെന്നൊക്കെ തിരിച്ചറിഞ്ഞത്. അർജുൻ മുമ്പും പല കേസുകളിൽ പ്രതിയായിരുന്നു. അപകടത്തിന് ശേഷമാണ് ഈ കേസുകളെക്കുറിച്ച് അറിയുന്നത്. അർജുൻ്റെ അറസ്റ്റോടെ കൊലപാതകം എന്ന സംശയം ബലപ്പെടുകയാണ്. സി ബി ഐയും സ്വാധീനങ്ങൾക്ക് വഴങ്ങിയാണ് അന്വേഷണം അവസാനിപ്പിച്ചതെന്നും ഉണ്ണി ആരോപിച്ചു. എല്ലാ കേസിലും നടക്കുന്നത് പോലെ തന്നെ അല്ലേ, നമുക്ക് സ്വാധീനങ്ങളുണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട, കാര്യം യാഥാർത്ഥ്യം എന്തെന്ന് തിരിച്ചറിയാൻ ആരും ശ്രമിക്കത്തില്ല. അപ്പോൾ സി ബി ഐ ഇവിടെ സ്വാധീനങ്ങൾക്ക് വഴങ്ങിയാണ് ഈ കേസ് പിന്നോട്ട് വലിച്ചത് ലാഗാക്കിയെന്നുള്ള രീതിക്കാണ് പറയുന്നത്. കേസ് അവസാനിപ്പിച്ചെന്നുള്ള രീതിക്കാണ് അദ്ദേഹത്തിൻ്റെ ബാലഭാസ്കറിൻ്റെ അച്ഛൻ ഉണ്ണി പറയുന്നത്. ഈ മാസം 21 പെരിന്തൽമണ്ണയിലെ കവർച്ച നടന്നത്. കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് ബാലഭാസ്കറിന്റെ മരണസമയം വാഹനം ഓടിച്ചിരുന്നത് അർജുൻ ആയിരുന്നെന്ന് കണ്ടെത്തിയത്. അന്ന് പോലീസും ക്രൈംബ്രാഞ്ചും സി ബി ഐയും വാഹനാപകടത്തിലെ സംശയങ്ങളിൽ അർജുനെ ചോദ്യം ചെയ്തിരുന്നു. അർജുന് സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടെന്ന ആരോപണവും അന്ന് ശക്തമായിരുന്നു. അത് ബലപ്പെടുത്തുന്നതാണ് പെരിന്തൽമണ്ണയിലെ സ്വർണ്ണക്കവർച്ചയും അർജുൻ്റെ അറസ്റ്റ്. അപ്പോൾ അന്നേ ഒരു സംശയമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അന്ന് അദ്ദേഹത്തിന് അത്രത്തോളം സമർത്ഥിച്ചു, ഞാനല്ല തെറ്റ് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ ആർക്കും സമർത്ഥിക്കാം. ആ ഒരു രീതിക്കാണ് കാര്യങ്ങൾ പോയത്. അപ്പോൾ ഇന്നലെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഈ സ്വർണ്ണക്കടത്ത് കവർച്ചയുടെ ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വീണ്ടും ഇതിങ്ങനെ പറയുന്നത്. വീണ്ടും കേസ് അന്വേഷിക്കണം എന്നുള്ള രീതിക്കൊക്കെ പോകുന്നത്. അർജുന് സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന ആരോപണം അന്നും ശക്തമായിരുന്നു. ഇത് ബലപ്പെടുത്തുന്നതാണ് പെരിന്തൽമണ്ണയിലെ സ്വർണ്ണക്കവർച്ചയും അർജുൻ്റെ അറസ്റ്റും. ഇതിനു പുറമെ ചില കവർച്ചാ കേസുകളിലും അടിപിടി കേസുകളിലും അർജുന് പങ്കുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ കവർച്ചാ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റു പ്രതികളുമായും മുൻ പരിചയം പിന്നീട് സ്വർണ്ണക്കവർച്ചയിലെ ഗൂഢാലോചനയിലേക്ക് എത്തുകയായിരുന്നു. അതായത് കവർച്ചാ കേസിലെ മറ്റു പ്രതികളുമായിട്ടുള്ള ഒരു ബന്ധം അതും ഈ ഗൂഢാലോചനയിലൊക്കെ എത്തിയിട്ടുണ്ട്. എന്നാൽ പുതിയ കേസിന് ബാലഭാസ്കറിന്റെ മരണവുമായി പുതിയ കേസിന് ബാലഭാസ്കറിന്റെ മരണവുമായിട്ടൊരു ബന്ധവുമില്ലെന്നും ആ രീതിയിൽ അന്വേഷണം ഇല്ലെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ റിമാൻഡിലാണ് അർജുൻ. അതായത് പുതിയ ഈ കേസിന് ബാലഭാസ്കറിന്റെ മരണമായിട്ട് ബന്ധമില്ലെന്നാണ് സ്വർണ്ണക്കടത്തിൽ. പക്ഷെ എന്നാലും നമുക്ക് അറിയാം ഇത്രത്തോളം ക്രൈമുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അന്ന് വാഹനം ഓടിച്ചിരുന്നത്. ആണെങ്കിലും സ്വാധീനിക്കപ്പെടുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, ഉന്നയിക്കുന്നുണ്ട്. അപ്പോ എന്തായാലും സംശയിക്കേണ്ടിയിരിക്കുന്നു. സംശയിക്കാനുള്ള എല്ലാ സാധ്യതകളും അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിന്റെ യാഥാർത്ഥ്യം എന്തെന്ന് എത്രയും പെട്ടെന്ന് 6 വർഷത്തോളം എന്തോ കഴിഞ്ഞു അർജുൻ്റെ ബാലഭാസ്കറിന്റെ മരണം. നല്ലൊരു കലാകാരനായിരുന്നു. നമുക്ക് വയലിനിൽ വയലിൻ മാന്ത്രികൻ എന്നൊക്കെ ആയിരുന്നല്ലോ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. അപ്പം അത്രത്തോളം നമുക്ക് ഒരു നല്ലൊരു ഒരു സംഭവം വയലിനിൽ നല്ലൊരു സംഗീതം നമുക്ക് തന്നുകൊണ്ടിരുന്ന ബാലഭാസ്കറിന്റെ മരണം അത് എല്ലാ കലാകാരെയും തളർത്തിയ ഒരു സംഭവമാണ്. അതുപോലെ തന്നെ എല്ലാ നാട്ടുകാരെയും എല്ലാ മലയാളികളെയും എല്ലാ കലാ ആസ്വാദകരെയും തകർത്ത ഒരു സംഭവമാണ്. അപ്പോൾ അതിന് ഒരു നല്ലൊരു ഒരു അന്വേഷണം നടക്കട്ടെ, സത്യം എന്തെന്ന് പുറത്ത് വരട്ടെ എന്ന് തന്നെ നമുക്ക് ഇത്രയും വേഗം തന്നെ അതിനൊരു നല്ല റിസൾട്ട് വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഒരു ന്യൂസും കേരള കൗമുദി റിപ്പോർട്ട് ചെയ്തേക്കുന്നതാണ്. കർഷക രക്ഷയ്ക്കുള്ള കേര മുടക്കാൻ ഉദ്യോഗസ്ഥർ 1677 കോടി തരാൻ ലോകബാങ്ക് റെഡി. അതായത് സ്മാർട്ട് കൃഷി രീതി, മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം, വിപണനം എന്നിവയുടെ കർഷകർക്ക് രക്ഷപ്പെടാനുള്ള അവസരം ഉദ്യോഗസ്ഥർ ഇല്ലാതാക്കുന്നു. അതായത് സ്മാർട്ട് കൃഷി രീതിയും മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം, വിപണനം എന്നിവയിലൂടെ കർഷകർക്ക് രക്ഷപ്പെടാം. അപ്പം നമ്മൾ കർഷകർക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന അവരാണ്. അപ്പോൾ അവർക്ക് രക്ഷപ്പെടാൻ ഒരു അവസരം ഉദ്യോഗസ്ഥർ ഇല്ലാതാക്കുന്നതാണ് റിപ്പോർട്ട്. കേന്ദ്രാനുമതിയോടെ പദ്ധതിയായ കേര നടപ്പാക്കുന്നതിൽ വിവിധ വകുപ്പുകളിലെ തർക്കമാണ് ഇതിനുള്ള പ്രധാന പ്രശ്നം. അപ്പം കേന്ദ്രത്തിന്റെ അനുമതിയോടെയുള്ള പദ്ധതിയാണ് കേര എന്ന് പറയുന്നത്. അപ്പം അത് നടപ്പിലാക്കുന്നതിൽ വിവിധ വകുപ്പുകളിലാണ് തർക്കം. നടത്തിപ്പിന് വേണ്ടത് 2390.86 കോടിയാണ്. ഇതിൽ 1677.85 കോടിയും വായ്പ തരാൻ ലോകബാങ്ക് തയ്യാറാണ്. അപ്പോൾ ഈ കേര എന്ന് പറഞ്ഞ പദ്ധതി നടപ്പിലാക്കാൻ മുഴുവനായിട്ടും വേണ്ടത് 2390.86 കോടിയാണ്. അപ്പോൾ ഇതിൽ 1677.85 കോടി തരാൻ വായ്പ തരാനായിട്ട് ലോകബാങ്ക് തയ്യാറാണ്. പക്ഷെ 36 ഉയർന്ന തസ്തികകൾ ഏതു വകുപ്പിന്റെ കീഴിലാക്കണമെന്നാണ് ഈ തർക്കം നിൽക്കുന്നത്.
പിന്നെ ചീഫ് സെക്രട്ടറിയുമായുള്ള കൂടിയാലോചിച്ചും തസ്തിക സൃഷ്ടിക്കാനായിരുന്നു മന്ത്രിസഭാ യോഗത്തിന്റെ നിർദ്ദേശം എന്ന് പറയുന്നത്. കൃഷി, വ്യവസായം, IT, പ്ലാന്റേഷൻ, ധനം, പൊതുവിതരണ വകുപ്പിൽ നിന്നുള്ളവരെ തിരഞ്ഞെടുക്കണം. ഇതിലാണ് തർക്കം നീളുന്നത്. ഫയൽ 1.5 മാസമായി ഷട്ടിലടിക്കുകയാണ്. അതായത് ഇതിന്റെ ഫയല് നമ്മൾ ഷട്ടിലടിക്കണം, അങ്ങനെ കൈമാറ്റം ചെയ്ത് ഇങ്ങനെ വരികയാണ്, അത് നോക്കുന്നില്ല, അങ്ങനെ ഒരിത്. അപ്പം നിയമനം ഡെപ്യൂട്ടേഷനായതിനാൽ സർക്കാരിന് അധിക ബാധ്യതയുമില്ല. അപ്പോൾ വായ്പ ഘട്ടം ഘട്ടമായിട്ടാണ്. അതായത് കേരളയിൽ 713.06 കോടി സംസ്ഥാന വിഹിതമാണ്. അപ്പോൾ 5 വർഷം കാലാവധിയാണ് അതിനകത്തുള്ളത്. പിന്നെ പദ്ധതി കഴിഞ്ഞ് മാർച്ചിൽ കേന്ദ്ര ധനമന്ത്രാലയം, ഒക്ടോബറിൽ ലോകബാങ്ക് അനുമതി നൽകി. കരാർ ഒപ്പിട്ടാൽ വരുന്ന മാർച്ചിനുള്ളിൽ 70 കോടി ലഭിക്കും. അപ്പോൾ ഈ കരാർ ഒപ്പിടുകയാണെങ്കിൽ വരുന്ന മാർച്ചിനുള്ളിൽ 70 കോടിയാണ് അവർക്ക് ലഭിക്കുന്നത്. അപ്പോൾ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് 400 കോടി. പ്രകൃതി ദുരന്തം, പെരുമഴ, വരൾച്ച, കാലാവസ്ഥാ വ്യതിയാനം എന്നിവ കാരണമുള്ള കൃഷിനാശത്തിന് സഹായമായി 25.17 കോടിയും ലോകബാങ്ക് മുൻകൂറായിട്ട് നൽകുന്നുണ്ട്. അപ്പോൾ കൂടുതൽ നിക്ഷേപം ഇതിലൂടെ വരും. അതായത് കൃഷിയിലും അനുബന്ധ മേഖലയിലും കൂടുതൽ നിക്ഷേപത്തിന് വഴിയൊരുങ്ങുന്നു. 250 ചെറുകിട ഇടത്തരം ആഗ്രി വ്യവസായങ്ങൾക്ക് സാമ്പത്തിക സാങ്കേതിക സഹായമുണ്ട്. പിന്നെ കാർഷിക വിതരണ ശൃംഖല കൂടുതൽ ശക്തമാകും. പിന്നെ റബ്ബർ, ഏലം, കാപ്പി അടക്കം തോട്ടവിളകൾക്കും സഹായമുണ്ട്. വനിതാ കർഷകർക്കും വനിതാ സംരംഭകർക്കും 150 സ്റ്റാർട്ടപ്പുകൾക്കും മുൻഗണനയുണ്ട്. ജലസേചനവും വളപ്രയോഗവും നവീകരിക്കും. അപ്പം കാർഷിക മേഖല നല്ലൊരു വാർത്തയാണ് കിട്ടിയിരിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാണെന്നുള്ള രീതിക്കാണ്. അതെ, ഇത്രയും ലോകബാങ്ക് വരെ കോടികൾ തരാൻ റെഡിയാണ്. അപ്പം ഇത് ഉദ്യോഗസ്ഥരാണ് തടയുന്നതെന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ വരുവാണെങ്കിൽ കാർഷിക മേഖലയ്ക്ക് കൂടുതൽ പുരോഗതി ഉണ്ടാകും. അതെ, പുരോഗതി ഉണ്ടാവും. പിന്നെ ഒരു ന്യൂസാണ്, നമ്മൾ ഇന്നലെയൊക്കെ ന്യൂസിനകത്ത് വന്നായിരുന്നു. മറിഞ്ഞ ലോറിക്കടിയിൽപ്പെട്ട് റോഡരികിൽ കിടന്നുറങ്ങിയ യുവതിക്ക് ദാരുണാന്ത്യം. അതായത് നാട്ടികയിൽ റോഡിൽ ഉറങ്ങിക്കിടന്ന 5 നാടോടികൾ ലോറി പാഞ്ഞു കയറി ചതഞ്ഞറിഞ്ഞതിന്റെ നടുക്കം മാറും മുമ്പേ പാലക്കാട് ചിറ്റൂരിലും സമാന അപകടം. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തായിരുന്നു. നാട്ടികയില് ഒരു നാടോടികൾ 5 പേര് ഉറങ്ങിയപ്പോഴത്തേക്ക് പണി തീരാത്ത റോഡില്, അപ്പൊ അത് വാഹനം ലോറി പാഞ്ഞു കയറിയിട്ട് അവര് ചതഞ്ഞരിഞ്ഞ് പോവുമായിരുന്നു. അപ്പോഴത്തേക്കും ആ സംഭവത്തിന്റെ നടുക്കം മാറുന്നതിന് മുമ്പേ പാലക്കാട് ചിറ്റൂരിലും സമാനമായ അപകടം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. ബസ് സ്റ്റോപ്പിന് സമീപം കിടന്നുറങ്ങുകയായിരുന്ന നാടോടി യുവതി നിയന്ത്രണം വിട്ട് മറിഞ്ഞ ലോറിക്കടിയിൽപ്പെട്ട് മരിച്ചു. മൈസൂർ സ്വദേശി പാർവതിക്കാണ് ദാരുണം. ഇപ്പം 30 വയസ്സായിരുന്നു പാർവതിക്ക്. പിന്നെ കൂടെയുണ്ടായിരുന്ന 3 പേരെ പരിക്കുകളോടെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലോറി ഡ്രൈവർ കുമാരനല്ലൂർ സ്വദേശി അജിത്തിനെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പം മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ പുലർച്ചെ 3 മണിയോടെ ചിറ്റൂർ ആലങ്കടവ് പുഴപ്പാലത്തിന് സമീപമാണ് അപകടം നടന്നത്. പഴനിയിൽ നിന്ന് എടപ്പള്ളിയിലേക്ക് കോഴിയുമായി പോകുകയായിരുന്ന ലോറി സമീപത്തെ മരങ്ങളിലും കടമുറിയിലും ഇടിച്ച് മറിയുകയായിരുന്നു. പാർവതിയുടെ അരയ്ക്ക് മുകളിലോട്ട് ലോറിക്കടിയിലായി. ചിറ്റൂരിൽ നിന്നെത്തിയ ക്രെയിൻ ഉപയോഗിച്ച് ലോറി ഉയർത്തിയാണ് പാർവതിയുടെ മൃതദേഹം മാറ്റിയത്. ലോറിയുടെ ബോഡിയും ശാസിയും വേർപെട്ട നിലയിലായിരുന്നു. പാർവതിക്ക് സമീപം ഉറങ്ങുകയായിരുന്ന സാവിത്രി, കൃഷ്ണൻ, മനോജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഡ്രൈവർ ഉറങ്ങിയതാവാം അപകട കാരണമായതെന്ന നിഗമനമുണ്ട്. 5 ദിവസം മുമ്പാണ് 4 സംഘം മൈസൂരിൽ നിന്ന് ഇവിടെ എത്തിയത്. വളരെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണിതിപ്പോൾ. കാര്യം കഴിഞ്ഞ ദിവസം നാട്ടിലും ഇതേപോലെ ഉണ്ടായി. അമ്പലത്തിൽ തൃപ്രയാർ ക്ഷേത്രത്തിലാണ്. അപ്പോൾ അവിടെ ഉത്സവം ചടങ്ങുകൾ നടക്കുന്നതിൻ്റെ ബന്ധപ്പെട്ട് അവര് പണി തീരാത്തൊരു പാലം അതിൽ പോയി കിടക്കുകയായിരുന്നു. 5 നാടോടികൾ മരിച്ചു, 6 പേർ ഗുരുതരാവസ്ഥയിലായിരുന്നു. അപ്പം അതേ സാഹചര്യം ഇപ്പോൾ വീണ്ടും വന്നിരിക്കുക പാലക്കാട്. അപ്പം ഇത്തരത്തിലുള്ളൊരു കാര്യങ്ങൾ വളരെ നല്ല രീതിക്ക് കൈകാര്യം ചെയ്യാം. കാര്യം രാത്രിയിൽ ഡ്രൈവർമാരുടെ, അതായത് അവർക്ക് ഉറക്കം വേണ്ടതാണ്. അവർ ഈ രാത്രി യാത്രകളിൽ വരുന്ന അപകടങ്ങളാണ് കൂടുതലും. അപ്പം കഴിഞ്ഞ ദിവസം സംഭവിച്ചെന്ന് പറഞ്ഞാൽ വാഹനം ഓടിച്ചത് ലൈസൻസ് ഇല്ലാത്ത ക്ലീനർ ആയിരുന്നു എന്നാണ് പറഞ്ഞത്. ലോറി ഇങ്ങനെ സ്പീഡിൽ വരുവൊക്കെ ആയിരുന്നു.
പക്ഷെ ഇതിപ്പം ലോറി മറിഞ്ഞിട്ടാണ് അവര് പെട്ടിരിക്കുന്നത്. എന്തായാലും രണ്ടും ഏകദേശം ഒരേ രീതിക്കാണ് പോയിരിക്കുന്നത്. അത് കൂടുതൽ അതിനുള്ള എന്തെങ്കിലും നടപടി എടുക്കണം. അല്ലെങ്കിൽ അവർക്കൊരു സമയം വെക്കുക. ഇപ്പോൾ ഉറങ്ങാനാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് നമ്മുടെ ആരോഗ്യവും നോക്കണം, അതുപോലെ മറ്റുള്ളവർക്ക് അപകടവും ഉണ്ടാവാത്ത രീതിക്ക്, മറ്റുള്ളവർക്ക് സുരക്ഷ, ജനങ്ങൾക്ക് സുരക്ഷ നൽകുന്ന രീതിക്ക് ഒരു ഡ്രൈവിങ്ങിലാണെങ്കിലും ഇപ്പോൾ ലോഡും കൊണ്ടൊക്കെ പോകുന്നവരാണെങ്കിൽ ആ ഒരു രീതിക്ക് കാര്യങ്ങൾ സിസ്റ്റം കൊണ്ടുവരണം എന്നാണ് നോക്കുന്നത്. ഇതിപ്പം മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ എന്നാൽ കൂടി ഒരാള് മരിച്ചു. അതാണ് മറ്റുള്ളവർക്ക് പരിക്കുണ്ട്. മരയ്ക്ക് മുകളിലോട്ട് ലോറിക്ക് അടിയിലായിരുന്നു. അപ്പൊ നമ്മൾ ഓർക്കണം അവരുടെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത്. നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ അറിയത്തു പോലും ഇല്ല. നമ്മളിങ്ങനെ ഒരു അനുഭവം വരുമെന്നോർത്തല്ലോ ആരും കിടക്കുന്നത്. അപ്പൊ അതിന് ഒരു നല്ല രീതിക്കൊരു തീരുമാനങ്ങൾ ഉണ്ടാവണം. എങ്ങനെയാണ് ഇപ്പൊ ഡ്രൈവിങ്ങിന്റെ കാര്യത്തിലാണ് ഇത്ര സമയം നമുക്ക് റെസ്റ്റ് ടൈം ഒക്കെ കൊടുത്ത് അങ്ങനെ ഉണ്ടായിരിക്കാം. പക്ഷെ എന്നാൽ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അപ്പൊ അതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം ഇനി ഇങ്ങനെ ഒരു അപകടം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ ശബരിമല 12 ദിവസ വരവെന്ന് പറയുന്നത് 63.01 കോടി. അപ്പൊ ഇപ്പൊ ശബരിമലയിൽ കൂടുതലായിട്ട് തീർത്ഥാടകരൊക്കെ എത്തുകയാണല്ലോ. വൃശ്ചിക മാസമായതുകൊണ്ട് ശബരിമല സീസൺ ആണ്. അപ്പോൾ അതുകൊണ്ട് മണ്ഡല തീർത്ഥാടനം തുടങ്ങി ആദ്യ 12 ദിവസത്തെ നടവരവെന്ന് പറയുന്നത് 63.01 കോടി രൂപ. കഴിഞ്ഞ വർഷത്തേക്കാൾ 15.89 കോടിയുടെ വർധനവാണ് ഇതിലൂടെ ഉണ്ടായിരിക്കുന്നത്. അപ്പം കഴിഞ്ഞ വർഷത്തേക്കാളും 15.89 കോടിയുടെ വർധനവ് ഈ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പം വിൽപ്പന വഴി 3.53 കോടി രൂപ ലഭിച്ചു. കഴിഞ്ഞ വർഷത്തേക്കാൾ 39 ലക്ഷമാണ് ഇതിന് കൂടുതലുണ്ടായത്. അരവണ വിൽപ്പനയിലൂടെ 28.93 കോടി രൂപയാണ് ലഭിച്ചത്. 9.53 കോടി കൂടുതലായിട്ട് ലഭിച്ചു. അപ്പോൾ തിരക്ക് വർദ്ധിച്ചിട്ടും സുഗമ ദർശനം ഉറപ്പാക്കാനായതാണ് നേട്ടത്തിന് കാരണമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. അപ്പം ഇപ്പം നമ്മൾ ഈ കൂടുതൽ ഇപ്പൊ തിരക്ക് കൂടുതലാണെന്നും അവിടെ ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലാണെങ്കിലും പിന്നെ അതുപോലെ തിരക്ക് കൂടുതലാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം തിരക്ക് വർദ്ധിച്ചിട്ടും സുഗമ ദർശനം ഉറപ്പാക്കാനായതുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയൊരു നേട്ടം ഉണ്ടായതെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറയുന്നത്. അപ്പോൾ പമ്പാ നദിയിലെ തുണി ഉപേക്ഷിക്കൽ, മാളികപ്പുറത്തെ തേങ്ങ ഉരുട്ടൽ തുടങ്ങിയ ആചാരങ്ങളുടെ ഭാഗമല്ലെന്ന് തന്ത്രിയും വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പം ഭക്തർക്കിടയിൽ ബോധവൽക്കരണം നടത്തും. ഇതിനായി ഉദ്യോഗസ്ഥരെ നീക്കി. അപ്പൊ അങ്ങനെയുള്ള ചടങ്ങുകൾ ഇല്ലാത്തതാണെന്നുള്ള രീതിക്കല്ലേ പറയുന്നത്. അപ്പം അത് ഒഴിവാക്കാൻ നേരത്ത് കുറച്ച് തിരക്ക് നിയന്ത്രിക്കാൻ പറ്റും. അതായിരിക്കും. കഴിഞ്ഞ ദിവസം ഇന്നലെ എന്താ ഒരു ഭക്തൻ കുഴഞ്ഞു വീണ് മരിച്ചത് ശബരിമലയില്. അപ്പോൾ അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഈ തിരക്ക് അധികമായി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ശബരിമലയിലെ തിരക്കിൻ്റെത് ഒരു ചർച്ചയായിരുന്നു. അപ്പം ഇത്തരത്തിലുള്ള നമുക്ക് വേണ്ടാത്ത ആചാരങ്ങളാണെങ്കിൽ അത് മാറ്റുവാണെങ്കിൽ അത്രത്തോളം തിരക്ക് കുറയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കത് ചെയ്യണമല്ലോ എന്നുള്ള ഒരു വിചാരത്തില്ല നമ്മൾ വരുന്നത്. എല്ലാം ആചാരങ്ങൾ ചെയ്തിട്ട് പോകണമെന്നുള്ള ഒരു മൈൻഡിലാണല്ലോ. അപ്പം ഇത്തരത്തിൽ അത് ചെയ്യുമ്പോഴത്തേനും കൂടുതൽ ഉപകാരമായിരിക്കും. പിന്നെ സ്പോട്ട് ബുക്കിംഗ് പരമാവധി അനുവദിക്കും. അതായത് വെർച്വൽ ക്യൂ വിജയകരമാണെന്നും സ്പോട്ട് ബുക്കിംഗ് വഴി പരമാവധി ഭക്തർക്ക് സന്ദർശനം നൽകുമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അപ്പോൾ സ്പോട്ട് ബുക്കിങ്ങിനായി പമ്പയിൽ മാത്രം 8 കൗണ്ടറുകളുണ്ട്. ഇതിന് ആധാർ കാർഡ് കരുതണം. ഇതുവരെ 10 ലക്ഷം തീർത്ഥാടകർ ദർശനം നടത്തി. ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെട്ട വ്യാഴാഴ്ച 87,999 പേരെത്തി. ആചാരങ്ങൾ സംബന്ധിച്ച പ്രചരണത്തിന്റെ ഭാഗമായി ആഗോള അയ്യപ്പ സംഗമം ഡിസംബർ അവസാന വാരം നടത്തും. ബോർഡ് അംഗങ്ങളായ A. അജിത് കുമാർ, G. സുന്ദരേശൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അപ്പോൾ സ്പോട്ട് ബുക്കിംഗ് കൂടുതലും അനുവദിക്കുമെന്നാണ് അവർ പറയുന്നത്. അപ്പം അത് വളരെ എളുപ്പവും കൂടെയാണ്. കാരണം സന്ദർശനം നടത്താനും നമുക്ക് പറ്റും. അടുത്ത പറവ ഫിലിംസിൽ 60 കോടിയുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്തി. നമ്മൾ ഇന്നലെയും ഇതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. സൗബിന്റെ വീട്ടിലും ഓഫീസിലൊക്കെ റെയ്ഡ് നടത്തിയെന്നുള്ളത്. നടൻ സൗബിൻ ഷാഹിറിന്റെ പറവ ഫിലിംസിന്റെ ഓഫീസിൽ വീണ്ടും പരിശോധന നടത്തി. ആദായ നികുതി വകുപ്പ് 24 മണിക്കൂറിനിടെ 2 തവണയാണ് ED പരിശോധന നടത്തിയത്. പറവ ഫിലിംസിൽ 60 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തിയതായാണ് കണ്ടെത്തൽ. 60 കോടി രൂപയുടെ നികുതി വെട്ടിപ്പാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം പറവ ഫിലിംസ് ഓഫീസായി ഉപയോഗിക്കുന്ന വീട്ടിലാണ്, അതിന്റെ ഓഫീസ് വീട്ടിലാണ് പരിശോധന നടന്നത്. കഴിഞ്ഞ ദിവസത്തെ അന്വേഷണത്തിന്റെ തുടർച്ചയായി 7 കേന്ദ്രങ്ങളിലാണ് ഇന്നലെ പരിശോധന നടന്നത്. കഴിഞ്ഞ 28-ന് വൈകിട്ടോടെയാണ് പറവ ഫിലിംസ് കമ്പനിയുടെ ഓഫീസ്
പുല്ലേപ്പടിയിലെ ഡ്രീം ബിഗ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഓഫീസ് അടക്കമുള്ള ഇടങ്ങളിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തിയത്. രണ്ട് സിനിമാ നിർമ്മാണ കമ്പനികളുടെയും സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ചാണ് പ്രധാന പരിശോധനയെന്ന് ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം അറിയിച്ചു. അതായത് അവർ നികുതി വെട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നുള്ള രീതിക്കാണ് ഈ 28-ാം തീയതി ഇങ്ങനെ ഒരു പരിശോധന വന്നേക്കുന്നത്. രണ്ട് സിനിമാ കമ്പനികളുടെയും നിർമ്മാണ കമ്പനികളുടെയും സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ചാണ് പ്രധാന പരിശോധന എന്നാണ് ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻസ് വിഭാഗം പറഞ്ഞിരിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ്. അതെ, നമ്മളതിലെ പറഞ്ഞായിരുന്നു, ഒരുപാട് അവാർഡുകളും ഒക്കെ മേടിച്ചു മഞ്ഞുമൽ ബോയ്സ്. എന്നാൽ പരാമർശങ്ങളും ഉണ്ടായി ചില കാര്യങ്ങളിൽ. അപ്പോൾ മഞ്ഞുമൽ ബോയ്സ് എന്നാണ് ആദായ നികുതി വകുപ്പിന്റെ പരിശോധനകളിൽ വ്യക്തമാകുന്നത്. ആകെ 60 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടന്നതായി പ്രാഥമികമായി കണ്ടെത്തിയിരുന്നു. മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ വരുമാനം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന കണ്ടെത്തൽ പുറത്തു വന്നത്. എന്താണെന്ന് നമുക്ക് നോക്കാം. സംഭവവുമായി ബന്ധപ്പെട്ട് നടൻ സൗബിൻ ഷാറിനെ വിളിപ്പിച്ച് വിശദീകരണം തേടുമെന്നും ഉദ്യോഗസ്ഥൻ അറിയിച്ചു. സിനിമയ്ക്ക് കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നുമുള്ള വരുമാനം 148 കോടിയിലേറെ രൂപയാണ്. എന്നാൽ ആദായ നികുതി ഇനത്തിൽ 44 കോടി രൂപ നൽകേണ്ടിയിരുന്നത് അടച്ചില്ല. അപ്പം 148 കോടി വരുമാനം ഉണ്ടാക്കിയിട്ടും 44 കോടി ആദായ നികുതിയിൽ അടയ്ക്കേണ്ടത് അടച്ചിട്ടില്ല. 32 കോടി രൂപ ചെലവ് കാണിച്ചു. ഇത് കള്ളക്കണക്കാണെന്ന നിലപാടിലാണ് ആദായ നികുതി വകുപ്പ്. സ്വാഭാവികമായിട്ടും സംശയിക്കും. ആദായ നികുതി റിട്ടേൺ കാണിക്കുന്നതിൽ സൗബിൻ വീഴ്ച വരുത്തിയെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ സൗബിനെ നേരിട്ട് വിളിപ്പിച്ച് വിശദീകരണം തേടും. വരവ് ചെലവ് കണക്കുകളിലും പൊരുത്തക്കേടുകൾ കണ്ടെത്തിയതായും ഐ ടി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. അതേസമയം സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് സഹായി ഷോൺ ആന്റണി ആണെന്നും സൗബിന്റെ വിശദീകരണം. സാമ്പത്തിക കാര്യങ്ങളൊന്നും അപ്പം ഒരു കേസ് വരാൻ നേരത്ത് നമ്മൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്ന ഒരു രീതി തന്നെയാണ്. അപ്പം സാമ്പത്തിക കാര്യങ്ങൾ അതിൻ്റെ അസിസ്റ്റന്റ് ഷോൺ ആന്റണിയാണ് കൈകാര്യം ചെയ്തതെന്നാണ് പറയുന്നത്. സിനിമാ മേഖലയിൽ കള്ളപ്പണമിടപാട് നടക്കുന്നുവെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നേരത്തെ പരാതി ലഭിച്ചിരുന്നു. തുടർന്ന് സിനിമാ നിർമ്മാണ കമ്പനികളെ കേന്ദ്രീകരിച്ച് ED അന്വേഷണം നടത്തി വരികയായിരുന്നു. ഈ ഘട്ടത്തിലാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് സിനിമയുടെ നിർമ്മാതാക്കളായ സൗബിനെതിരെ ആലപ്പുഴ അരൂർ സ്വദേശി സിറാജ് വലിയ വീട്ടിൽ പരാതി നൽകിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു കള്ളത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ കേസെടുക്കണം. അപ്പം കാര്യം സിനിമ അത്രത്തോളം ഹിറ്റായിരുന്നു. അപ്പം ഇത്ര 148 കോടി രൂപ അതിൽ നിന്ന് അവർക്ക് സിനിമയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് 44 കോടി രൂപ നൽകേണ്ടത് അടച്ചിട്ടില്ലെന്ന് പറയുമ്പോൾ അപ്പൊ നമുക്ക് നോക്കാം എന്താണ് അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന്. തുടർന്ന് നടപടികൾ എങ്ങനെയാണെന്ന് നോക്കാം. പിന്നെ വേറൊരു ന്യൂസാണ്, മദ്യക്കുപ്പികളിൽ QR കോഡ് മാർച്ച് 31 മുമ്പ്. അതായത് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യക്കുപ്പികളിൽ QR കോഡ് പതിക്കാനുള്ള സമയപരിധി 2025 മാർച്ച് 31 വരെ നീട്ടി. ജനുവരി 1 സമയപരിധി. ആദ്യം ജനുവരി 1 സമയപരിധി, പിന്നെ അത് 2025 മാർച്ച് 31 വരെ നീട്ടിയിട്ടുണ്ട്. നടപടികൾ പൂർത്തിയാക്കാൻ മദ്യക്കമ്പനികൾ സാവകാശം തേടിയിരുന്നു. മദ്യത്തിന്റെ നിലവാരവും വിതരണത്തിലെ സുതാര്യതയും ഉറപ്പാക്കലാണ് ഹോളോഗ്രാം ലേബലിൽ പകരമുള്ള QR കോഡിന്റെ ലക്ഷ്യം. അപ്പം ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മദ്യത്തിന്റെ നിലവാരവും വിതരണത്തിലെ സുതാര്യതയും ഉറപ്പാക്കാനാണ്. ഇതിനുള്ള ചെലവ് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. QR കോഡ് മെഷീന് 10 മുതൽ 15 ലക്ഷം രൂപ വരെയാണ് വില. മെഷീൻ ബെവ്കോ നൽകുമെന്നാണ് കമ്പനികളുടെ നിലപാട്. അല്ലെങ്കിൽ മദ്യത്തിന് വില കൂട്ടണം. അപ്പോൾ ഇതിന്റെ മിഷന്റെ QR കോഡ് മിഷന്റെ വിലയെന്ന് പറയുന്നത് 10 മുതൽ 15 ലക്ഷം വരെയാണ്. അപ്പം അതിന് വെബ്കോ നൽകുമെന്നാണ് കമ്പനികളുടെ നിലപാട്. അല്ലെങ്കിൽ മദ്യത്തിന് വില കൂട്ടണം. കഴിഞ്ഞ നിലപാടിൽ വെബ്കോ അധികൃതമായി കമ്പനി പ്രതിനിധികൾ നടത്തിയ ചർച്ചയിൽ ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. സർക്കാർ തീരുമാനമില്ലാതെ മദ്യവില വർദ്ധിപ്പിക്കാനും കഴിയില്ല. എന്നിട്ടും പുതിയ ടെൻഡറിൽ വർദ്ധിച്ച വിലയാണ് കമ്പനികൾക്ക് ഉള്ളത്. അപ്പോൾ ഇതിന്റെ നേട്ടങ്ങൾ എന്ന് പറയുന്നത് ഹോളോഗ്രാം ലേബലിന് പകരമായി QR കോഡും കുപ്പികളിലും
കേസുകളിലും പതിക്കും. കേസുകളിലും കേസുകളിലും കേസിലെ അല്ല കേസുകളിലും പതിക്കും. QR കോഡ് QR കോഡ് സ്കാൻ ചെയ്താൽ മദ്യം എന്ന് ഉൽപ്പാദിപ്പിച്ചു, ബാച്ച് തുടങ്ങിയ ഡിസ്റ്റിലറികളിൽ ചിലവില്ലാതെ ചില്ലറ ശാലകളിൽ എത്തും വരെയുള്ള വിവരങ്ങൾ അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് മദ്യം എന്നാണ് ഉൽപ്പാദിപ്പിച്ചത്, അതിൻ്റെ ബാച്ച്, അങ്ങനെയുള്ള കാര്യങ്ങളും ഈ QR കോഡ് സ്കാൻ ചെയ്താൽ അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു അതിൻ്റെ ഗുണനിലവാരം പരിശോധിക്കാൻ പറ്റും, അറിയാൻ പറ്റും. പിന്നെ 1 വർഷം 2 കോടി ലേബൽ വേണ്ടിവരും. സർക്കാർ സ്ഥാപനമായ CDIT ആണ് QR കോഡ് തയ്യാറാക്കുക. അപ്പോൾ 2 കോടിയാണ് അതിന് ചിലവായിട്ട് വരുന്നത്. അപ്പോൾ എന്താണെങ്കിലും അത് നമുക്ക് നോക്കാം. ഒരു മദ്യം കഴിച്ച് മരിക്കുന്നവരുടെ അവർക്കെന്തെങ്കിലും മദ്യം വാങ്ങുമ്പോഴത്തേനും അതിന്റെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് അറിയാൻ പറ്റും. QR കോഡ് സ്കാൻ ഇപ്പം എല്ലാം QR കോഡിലല്ലേ, അപ്പം മദ്യത്തിലും അത്രത്തോളം ഇനി അതായിട്ട്. അടുത്തത് നടി ധന്യാമേരി വർഗീസിന്റെ സ്വത്തുക്കൾ ED കണ്ടുകിട്ടി. നടി ധന്യാമേരിയുടെ കേസുകൾ, സിനിമ സീരിയൽ താരമാണ്. അപ്പോൾ കുറച്ച് നാൾ മുമ്പ് ഒന്ന് ചർച്ചയായിരുന്നു. നടിയും ബിഗ് ബോസ് താരവുമായ ധന്യാമേരി വർഗീസിന്റെയും കുടുംബത്തിന്റെയും 1.56 കോടി രൂപ വിലമതിക്കുന്ന സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടേഴ്സിനെ കണ്ടുകിട്ടി. ഫ്ളാറ്റ് തട്ടിപ്പ് കേസിലാണ് നടിയുടെയും കുടുംബത്തിന്റെയും തിരുവനന്തപുരം കരകുളം പട്ടം എന്നിവിടത്തെ 13 വസ്തുക്കൾ ED കണ്ടുകിട്ടിയത്. നടിയുടെ ഭർത്താവ് ജോണിന്റെ പിതാവ് ജേക്കബ് സാംസൺ ആൻഡ് സാംസണിന്റെ ഉടമസ്ഥതയിലുള്ളവയുമാണ് കണ്ടുകിട്ടിയ ഭൂമി. അപ്പം ഫ്ളാറ്റുകൾ നിർമ്മിച്ച് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പലരിൽ നിന്നായി വൻ തുക തട്ടിയെന്നാണ് കേസ്. പേരൂർക്കട പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ED അന്വേഷണം നടത്തിയത്. അപ്പോൾ കേസ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇടയ്ക്കൊക്കെ ധന്യാമേരി തന്നെ അതിന് അങ്ങനെ ഒരു കേസൊന്നുമില്ല, നമ്മൾ ഇതൊന്നും ചെയ്തിട്ടില്ല, നിരപരാധികളാണെന്നുള്ള രീതിക്കൊക്കെ നമ്മുടെ ബിഗ് ബോസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ബിഗ് ബോസിലൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോൾ പറയുന്നത് പലരോടായിട്ട് പറഞ്ഞു പറ്റിച്ചു. അതായത് ഫ്ലാറ്റുകളെ വസ്തുക്കളെല്ലാം പറഞ്ഞ് വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് പറ്റിച്ച രീതിക്ക് ഇത്രത്തോളം കോടി തട്ടിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിനൊരു അത് ക്രൈം ആണെങ്കിൽ, അത് തെറ്റാണെങ്കിൽ അതിന് അവരുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ അതിന് നടപടികൾ ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ നിരപരാധികളാണെങ്കിൽ വിട്ടയക്കട്ടെ. നമുക്ക് നോക്കാം എന്താണെന്ന്. പിന്നെ ഒരു ന്യൂസ് എന്ന് പറയുന്നത് ബോധവൽക്കരണം മുറ പോലെ പിടിച്ചു കെട്ടാനാവാതെ ക്ഷയരോഗം. ഇത് ക്ഷയരോഗ നിർമ്മാർജ്ജന ബോധവൽക്കരണ മുറ പോലെ നടക്കുമ്പോഴും സംസ്ഥാനത്ത് രോഗികളുടെ എണ്ണത്തിൽ കാര്യമായ കുറവുണ്ടാകുന്നില്ല. അപ്പം ക്ഷയരോഗ നിർമ്മാർജ്ജന ബോധവൽക്കരണമൊക്കെ കാര്യമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും സംസ്ഥാനത്തെ രോഗികളുടെ എണ്ണത്തിൽ കാര്യമായ ഒരു കുറവുമില്ല. അപ്പോൾ രോഗബാധിതരായ പലരും തുടർ ചികിത്സയ്ക്ക് തയ്യാറാകാത്തതും രോഗനിർണയത്തിലുള്ള അലംഭാവവുമാണ് ഇതിനുള്ള കാരണം. കഴിഞ്ഞ വർഷത്തെ കണക്കിൽ 19,873 പേർ രോഗബാധിതരായിരുന്നു. പ്രമേഹ രോഗികളിൽ ക്ഷയരോഗ സാധ്യത കൂടുതലാണെന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പ്രമേഹ രോഗികളിൽ ക്ഷയരോഗ സാധ്യതകൾ വളരെയധികം കൂടുതലായിരിക്കും. അപ്പോൾ അതും ഒരു ആശങ്കയ്ക്ക് കാരണമാകുന്നുണ്ട്. പ്രമേഹവും ക്ഷയവും കൂടിയാകുമ്പോൾ ചികിത്സ ദുഷ്കരമാകും. അപ്പം പ്രമേഹവും ക്ഷയം കൂടി വന്നാൽ അതിൻ്റെ ഉള്ള ചികിത്സ വളരെയധികം ദുഷ്കരമായിരിക്കും. അപ്പോൾ കോവിഡ് കാലത്തെ സാമൂഹികാവസ്ഥ രോഗനിരക്ക് വർദ്ധിപ്പിച്ചുവെങ്കിലും അതായത് കോവിഡ് കാലത്തെ ഈ സാമൂഹികാവസ്ഥ, കോവിഡ് കാലഘട്ടത്തിലെ കാര്യങ്ങളൊക്കെ രോഗാവസ്ഥ കൂടുതലായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അക്കാലത്ത് വേണ്ടത്ര ചികിത്സ ലഭിക്കാത്തതും എല്ലാവരും വീടിനുള്ളിൽ കഴിഞ്ഞതും രോഗപകർച്ചയ്ക്ക് വേഗം കൂട്ടി. ഒരാളിൽ നിന്ന് 20 പേർക്ക് വരെ രോഗം പകരാം. അപ്പോൾ ഒരാളിൽ നിന്ന് 20 പേർക്ക് വരെയാണ് കൂടുതലായിട്ട് രോഗം പകരുന്നത്. മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയും രോഗം ശക്തമാക്കും. അപ്പം മാനസികമായിട്ടുള്ള സമ്മർദ്ദവും വരുമ്പോൾ തന്നെ നമുക്ക് ടെൻഷനാണ്. അത് കുറച്ചും കൂടെ അത് വഷളാക്കും എന്നുള്ള രീതിക്കാണ് പറയുന്നത്. പിന്നെ 2025 രാജ്യത്തെ ക്ഷയരോഗം വിമുക്തമാക്കുകയാണ് ദേശീയ ആരോഗ്യ മന്ത്രാലയത്തിന്റെ ലക്ഷ്യമെന്നത്. എന്നാൽ കേരളത്തിലടക്കം പല സംസ്ഥാനങ്ങളിലും രോഗികളുടെ എണ്ണത്തിൽ കാര്യമായ കുറവ് വരുന്നില്ല. അതിനാൽ മരണനിരക്ക് 0 എത്തിക്കാനുള്ള ലക്ഷ്യത്തിന് അത് തിരിച്ചടിയാകും. അപ്പം ക്ഷയരോഗം കൂടുതലായിട്ടും സംസ്ഥാനത്ത് അപ്പം അതെ, അപ്പം ഇന്ത്യയിലടക്കം ഇപ്പം കൂടുതലായിട്ട് വരുന്നുണ്ട്. അതായത് രാജ്യത്തെ ക്ഷയരോഗം വിമുക്തമാക്കുക എന്നാണ് ദേശീയ ആരോഗ്യ മന്ത്രാലയത്തിന്റെ ലക്ഷ്യം എന്നത് തന്നെ. പക്ഷേ കേരളത്തിലടക്കം ഇപ്പോഴും കൂടുതലാണ്. അപ്പം ചികിത്സയും പരിശോധന, അപ്പം ഡോട്ട് ചികിത്സ, TB
പ്രിവെൻറ്റീവ് തെറാപ്പി, DB, നാറ്റ്, ട്രൂനെറ്റ് പരിശോധന, പ്രമേഹബാധിതർക്ക് നിർബന്ധിത പരിശോധന, അങ്ങനെ കുറേ ചികിത്സകളും പരിശോധനയും ഒക്കെ ഉണ്ട് ഇത് കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ നോക്കാം. അപ്പോൾ ക്ഷയരോഗം വന്നാൽ കൂടുതൽ ചികിത്സിക്കുക ആദ്യം. കാരണം നമ്മൾ മറ്റുള്ളവരിലേക്കും വായുവിലൂടെ പകരുന്ന അത് 20 പേർക്ക്, ഒരാളിൽ നിന്ന് 20 പേർക്ക് വരെയാണ് ഇത് വരുന്നത്. അപ്പോഴത്തേനും അത്രയും നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. ചുമക്കുകയൊക്കെ ചെയ്യാൻ നേരത്ത് അതെ, അതാണ് നമ്മൾ, കാരണം വായു കൂടെ ആകുമ്പോഴത്തേനും കൂടുതലും പകരാൻ ചാൻസ് ഉണ്ട്. അപ്പം 20 പേരോളം ആൾക്കാർക്ക് ഇത് പകരും. അപ്പം അത് കൂടുതലും. പിന്നെ കേന്ദ്ര സംസ്ഥാന സഹായം എന്ന് പറഞ്ഞാൽ രോഗം മാറും വരെ വരുമാന പരിധി ഇല്ലാത്ത കേന്ദ്ര പെൻഷൻ മാസം 500 രൂപ നൽകുന്നുണ്ട്. പിന്നെ 1 ലക്ഷം രൂപയ്ക്ക് വരുമാനക്കാർക്ക് സംസ്ഥാന പെൻഷൻ 1000 രൂപ. 1 ലക്ഷം രൂപ വരുമാനമുള്ളവർക്ക് സംസ്ഥാന പെൻഷൻ എന്ന് പറഞ്ഞാൽ 1000 രൂപയാണ്. പിന്നെ വരുമാന പരിധി ഇല്ലാതെ ആശുപത്രികളിൽ സൗജന്യമാകുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ. അപ്പം ചികിത്സിക്കുക, സൗകര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള രീതിക്ക്. അപ്പം കൂടുതലും ചികിത്സിക്കാൻ നോക്കുക രോഗം വരുമ്പോഴത്തേക്കും. ഇതാണ് അതല്ലെങ്കിൽ മറ്റുള്ളവരിലേക്കും പകരും. അത് നമ്മുടെ കോവിഡ് പോലെ തന്നെ, കോവിഡിന്റെ അതെ ആ സമയത്ത് കോവിഡിന്റെ തന്നെ ഒരു ഭാഗമായിട്ട് ഇപ്പൊ പലർക്കും പല അസുഖങ്ങളും ഉണ്ട്. കോവിഡ് വന്നവർക്ക് പല രീതിയിലുള്ള ശ്വാസതടസ്സങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ക്ഷയം എന്ന് പറഞ്ഞാല് അപ്പൊ ചികിത്സിക്കാൻ, കാരണം ചുമയ്ക്കാന്നുള്ള ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പൊ നമ്മള് പ്രമേഹം കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക. അപ്പം നമ്മളിപ്പോ ഒരു പനി വന്നാലും ചുമ വന്നാലും നമ്മൾ നമ്മുടേതായ രീതിക്ക് അതാണ് ആദ്യം നിർത്തേണ്ട ഒരു കാര്യം. കാരണം ഡോക്ടർ പറയാതെ നമ്മൾ ഒരു പാരസെറ്റാമോൾ പോലും, കാരണം കേന്ദ്രം പാരസെറ്റാമോളിന്റെ 15 ബാച്ചുകൾ നിർത്തിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ ന്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അപ്പം അങ്ങനെ പോലും നിങ്ങൾ സ്വയം ചികിത്സിക്കാതിരിക്കുക. കൂടുതലും ഡോക്ടറെ കാണും. ഇപ്പം നമുക്കൊരു പനിയാണെങ്കിൽ പോലും ഡോക്ടറെ കാണുന്നതുകൊണ്ട് നഷ്ടമൊന്നുമില്ലല്ലോ. അപ്പം ഡോക്ടർ പറയുന്ന കേട്ടിട്ട് ആ മരുന്ന് മാത്രം കഴിക്കുക. അതെ, അതായിരിക്കും നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. അപ്പോൾ അതുപോലെ മറ്റുള്ളവർക്ക് ഇപ്പോൾ ഒരു ചുമയൊക്കെ വന്നാലും അതിൻ്റെതായ രീതിക്ക് നമ്മൾ കുറച്ച് കെയർ കൊടുക്കുക, ഹോസ്പിറ്റലിൽ പോവുക. അപ്പോൾ ഇത്രത്തോളം ക്ഷയമൊക്കെ കുറയ്ക്കാൻ പറ്റും. അതെ. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ഇപ്പം മലയാള സിനിമയിൽ തന്നെ വലിയൊരു വിവാദമായിട്ടുള്ളൊരു കാര്യമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പം നടി മാല പാർവതി സുപ്രീം കോടതിയിൽ മൊഴി ചോദിച്ച് അന്വേഷണ സംഘം ബുദ്ധിമുട്ടിക്കുന്നു. ഹേമ കമ്മിറ്റിക്ക് മൊഴി നൽകിയത് കേസിനല്ല. ഇത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഇരകളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസ് എടുക്കണമെന്ന കേരള ഹൈക്കോടതി ഉത്തരവിനെ സുപ്രീം കോടതി ഹർജി സമർപ്പിച്ചും നടി മാല പാർവതി തന്റെ മൊഴി ആവശ്യപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘം നിരന്തരം ബുദ്ധിമുട്ടിപ്പിക്കുന്നുവെന്നാണ് നടിയുടെ പരാതി. അപ്പം തന്റെ മൊഴി ആവശ്യപ്പെട്ടിട്ട് അന്വേഷണ സംഘം നിരന്തരമായിട്ട് അവരെ ബുദ്ധിമുട്ടിക്കുന്നു എന്നാണ് അവരുന്നയിക്കുന്ന പരാതി. മൊഴി നൽകാൻ താല്പര്യമില്ലെന്ന് അന്വേഷണ സംഘത്തെ അറിയിച്ചെങ്കിലും അവർ നിർബന്ധിക്കുകയാണ്. ഇപ്പോഴത് മാനസിക പീഡനമായി മാറിയിരിക്കുന്നു. അന്വേഷണ സംഘത്തിന്റെ പ്രവർത്തികൾ ഹേമ കമ്മിറ്റിയുടെ ഉദ്ദേശ ലക്ഷ്യത്തെ തന്നെ അട്ടിമറിക്കുന്നതാണ്. അപ്പം ഈ ഇവര് മൊഴി നൽകാൻ താല്പര്യമില്ലെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടും അന്വേഷണ സംഘം കൂടുതലും നിർബന്ധിക്കുകയാണ്. അപ്പം ഇപ്പോഴിത് മാനസികമായിട്ടുള്ളൊരു പീഡനമായിട്ട് മാറിയിരിക്കുകയാണെന്നും നടി പറയുന്നുണ്ട്. അപ്പോൾ അന്വേഷണ സംഘത്തിന്റെ പ്രവർത്തികൾ ഹേമ കമ്മിറ്റിയുടെ ഉദ്ദേശ ലക്ഷ്യത്തെ തന്നെ അട്ടിമറിക്കുന്ന തരത്തിലാണെന്നാണ് ഇവർ ഉന്നയിക്കുന്നത്. സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ നൽകിയ മൊഴി രഹസ്യാത്മകവും കമ്മിറ്റിയുടെ പഠനാവശ്യത്തിനുമാണ്. സിനിമാ വ്യവസായം മെച്ചപ്പെടാനും വനിതാ ആർട്ടിസ്റ്റുകൾക്ക് മികച്ച ജോലി സാഹചര്യങ്ങൾ ഉറപ്പാക്കി കിട്ടാനുമാണ്. അപ്പം ഈ കൂടുതൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതെന്ന് പറഞ്ഞാൽ അത് ഇപ്പൊ പറഞ്ഞവർ പരാതി നൽകിയവരാണെങ്കിൽ പോലും അവരുടെ മൊഴി കൂടുതൽ രഹസ്യമായിട്ട് വെക്കാനും അവരുടെ പഠനത്തിനുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പം പിന്നെ സിനിമാ വ്യവസായം മെച്ചപ്പെടാനും വനിതാ ആർട്ടിസ്റ്റുകൾക്ക്, അപ്പം നടിമാർക്കൊക്കെ കൂടുതൽ അവസരങ്ങൾ ഉറപ്പാക്കാനും അവരുടെ സുരക്ഷിതത്വം ആ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇവർ മൊഴി നൽകുന്നത്. അപ്പം അതിനായി സമഗ്ര നയം രൂപീകരിക്കാനുമാണ്, അല്ലാതെ ക്രിമിനൽ കേസിനോ നിയമ നടപടി ആരംഭിക്കാനോ അല്ല. തന്റെ മൊഴി അത്തരത്തിൽ ഉപയോഗിക്കാൻ അനുമതി നൽകിയിട്ടില്ലെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അപ്പം വിഷയം ഡിസംബർ 10 പരിഗണിക്കാനാണ് ജസ്റ്റിസുമായ വിക്രംനാഥ്, പ്രസന്ന ബി വരാലെ എന്നിവരടങ്ങിയ ബെഞ്ച് മാറ്റി. സമാന വാദങ്ങൾ ഉന്നയിച്ചും വനിതാ മേക്കപ്പ് ആർട്ടിസ്റ്റും സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഹൈക്കോടതി ഉത്തരവിനെതിരെ നിർമ്മാതാവ് സജിമോൻ പാറയിലും ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. അപ്പം ചിലരെ, അതായത് അധികാര പരിധി കടന്നാണ് കേരള ഹൈക്കോടതി മൊഴികളിൽ കേസെടുക്കാൻ ഉത്തരവിട്ടിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ചില പ്രത്യേക അന്വേഷണ സംഘം നടപടിയും തുടങ്ങിയിട്ടുണ്ട്. അതായത് കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലുള്ള ചില കാര്യങ്ങൾ ഹേമ കമ്മിറ്റിയോടും താൻ പറഞ്ഞിരുന്നു. എന്നാൽ അതിക്രമത്തിന് ഇരയെന്ന് സംശയിക്കപ്പെടുന്നവർ തന്നെ അക്കാര്യം നിഷേധിച്ചു. എന്നാൽ ആ മൊഴികൾ വെച്ച് ചിലരെ ലക്ഷ്യമിട്ടിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം എന്നാണ് ഹർജിയിൽ നടി പറയുന്നത്. അപ്പോൾ ഇവര് കേട്ടുകേൾവിയുടെ ഒരു
ആ കാര്യത്തിലാണ് മൊഴി നൽകിയത്. പക്ഷെ അതിന് ഇരയായവർ തന്നെ അതല്ലെന്ന് പറഞ്ഞപ്പം അല്ലെന്ന് പറയുന്നുണ്ട്. അപ്പം ആ മൊഴികൾ പക്ഷെ ആ മൊഴികൾ എന്ന് പറയുന്നത്, ഇവർ പറഞ്ഞ മൊഴികൾ എന്ന് പറയുന്നത് ചിലരെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണെന്നാണ് അന്വേഷണ സംഘം ചിലരെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണെന്നാണ് നാടി പറയുന്നത്. അപ്പോൾ അതെന്താണെങ്കിലും അപ്പൊ കേട്ടുകേൾവിയുടെ ഒരു ഇതിൽ അന്വേഷണം നടത്താതെ കൃത്യമായിട്ടുള്ളൊരു നല്ല അന്വേഷണം. ഇപ്പൊ കുറെ പേര് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഒരുപാട് കേസുമായിട്ട് വർഷങ്ങൾക്ക് മുമ്പുള്ള കേസുകളും ഒക്കെ ആയിട്ട് വന്നു. പക്ഷെ അതിൽ ചിലതിപ്പോ നിവിൻ പോളിയുടെ കേസൊക്കെ ആണെങ്കിൽ അത് തെളിഞ്ഞു. അപ്പോൾ അതുപോലെയും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇതിനിടയ്ക്ക് കാണുമായിരിക്കും. നമുക്ക് സത്യം അറിയത്തില്ല. പിന്നെ ഇവര് 10 വർഷം മുമ്പുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നതും. അങ്ങനെ കുറെ ഇപ്പൊ എന്തുകൊണ്ട് ഇപ്പൊ ചിലരെ ട്രാപ്പിലാക്കാൻ വേണ്ടിയിട്ട് തന്നെ കള്ളക്കഥ പറയുന്നവരും ഉണ്ട്. അതെ, നമുക്ക് എന്താണ് യാഥാർത്ഥ്യം എന്തെന്ന് നമുക്കറിയില്ല. താല്പര്യം ഇല്ലെന്ന് പറഞ്ഞ പിന്നെയും മൊഴി എടുക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. ഇപ്പൊ നിവിൻ പോളിയുടെ കേസ് അത് ഇതുപോലെ തന്നെ. ആ കുറ്റം പറഞ്ഞ സ്ത്രീ ഇപ്പൊ അത് കേസ് തെളിഞ്ഞല്ലോ. ഇപ്പൊ നിവിൻ പോളി ചെയ്തു എന്നുള്ള രീതിക്ക് അപ്പൊ അത് സമർത്ഥിച്ചു നിവിൻ പോളി നിരപരാധിയാണെന്നുള്ളത്. അപ്പോ ഇതുപോലെ പലതും ചിലപ്പോൾ ഇതിനിടയ്ക്ക് കാണാം. എന്നാൽ സംഭവിച്ചിട്ടില്ലെന്നല്ല, സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ ചെയ്യുന്നവരുണ്ട്. സിദ്ദിഖിന്റെ ഒക്കെ ആണെങ്കിലും കാര്യങ്ങളുണ്ടാവും. പക്ഷെ അതിനകത്ത് ചിലപ്പോൾ എല്ലാം യാഥാർത്ഥ്യമാണെന്നില്ല. നമ്മൾ കേട്ടുകേൾവിയുടെ ഇതില് കേട്ടുകേൾവിയുടെ കാര്യങ്ങൾ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അതെ, തെളിവുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം ഇത്രയൊരു മലയാളം സിനിമ ഇൻഡസ്ട്രീനെ മൊത്തം ബാധിക്കുന്നല്ലേ. അപ്പോഴത്തേക്കിനും തെളിവുണ്ടെങ്കിൽ മാത്രം നമ്മൾ പറയുക. പിന്നെ നമ്മൾ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിന്മോയ് ദാസ്, അതായത് ബംഗ്ലാദേശിൽ കൂടുതൽ കലാപം രൂക്ഷമാകുന്ന ഒരു സാഹചര്യമാണ്. അപ്പം ന്യൂനപക്ഷങ്ങളുടെ ശബ്ദം ചിന്മോയ് ദാസിനെ ഭയക്കുന്നത് എന്തിനും. അതായത് അദ്ദേഹം ഒരു ഹിന്ദുമത പണ്ഡിതനാണ്. അപ്പം ഹിന്ദുക്കളുടെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി കൂടുതൽ പിന്തുണയ്ക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത ഒരു വ്യക്തിയാണ്. അപ്പം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിനെതിരെ ബംഗ്ലാദേശിൽ രൂക്ഷമായിട്ടുള്ള കലാപമായിരുന്നു. അപ്പോൾ 2 ദശാബ്ദം ബംഗ്ലാദേശ് ഭരിച്ച അവാമി ലീഗ് നേതാവ് ഷെയ്ഖ് ഹസീന ഇക്കഴിഞ്ഞ ആഗസ്റ്റ് 5-നാണ് സംവരണ വിരുദ്ധ പ്രക്ഷോഭത്തെ തുടർന്നും പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചത്. ഹസീനയുടെ പതനത്തോടൊപ്പം ബംഗ്ലാദേശ് 2ാം സ്വാതന്ത്ര്യം നേടിയെന്നാണ് ഇടക്കാല സർക്കാരിന്റെ തലവനായി വന്ന നോബൽ ജേതാവ് മുഹമ്മദ് യൂനൂസ് പ്രഖ്യാപിച്ചത്. എന്നാൽ അന്ന് മുതൽ ഹൈന്ദവർ അടക്കമുള്ള ന്യൂനപക്ഷങ്ങളെ ബംഗ്ലാദേശിൽ തങ്ങളുടെ അവകാശങ്ങൾക്കും സുരക്ഷയ്ക്കുമായി പോരാടുന്നു. അതായത് എന്നാൽ അന്ന് മുതൽ ഇടക്കാല സർക്കാർ അധികാരത്തിൽ വന്ന അന്ന് മുതൽ തന്നെ ഹൈന്ദവരടക്കമുള്ള ന്യൂനപക്ഷങ്ങൾ ബംഗ്ലാദേശിൽ തങ്ങളുടെ അവകാശങ്ങൾക്കും സുരക്ഷയ്ക്കുമായി പോരാട്ടം നടത്തുന്നുണ്ട്. ഹസീന ഇന്ത്യയുമായി നിലയുയർത്തിയിരുന്ന സൗഹൃദം ഭിന്നതയ്ക്ക് വഴിമാറുകയും ചെയ്തു. ഹസീനയുടെ വീഴ്ചയോടെ ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. ഹിന്ദുക്കളുടെ വീടുകളും ക്ഷേത്രങ്ങളും തല്ലിത്തകർത്തു. തെരുവിൽ മർദ്ദനമേറ്റ ചിലർ കൊല്ലപ്പെട്ടു. അപ്പം ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളും അവരുടെ വീടുകളും അടക്കം തല്ലി തകർക്കപ്പെട്ടു. അതുപോലെ തെരുവുകളിൽ മർദ്ദനമേറ്റിട്ട് പലരും കൊല്ലപ്പെട്ടു. അങ്ങനെ അത്രയ്ക്കും രൂക്ഷമായിട്ടുള്ള സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ആക്രമണങ്ങൾ ഭയന്ന് നൂറുകണക്കിന് ഹിന്ദുക്കൾ ഇന്ത്യൻ അതിർത്തിയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. ഈ ഘട്ടത്തിലാണ് ചിന്മയ് കൃഷ്ണദാസ് ബ്രഹ്മചാരി എന്ന പുരോഹിതൻ ന്യൂനപക്ഷങ്ങളുടെ ശബ്ദമായി ഉയർന്നു വന്നത്. തെരുവുകളിൽ ആയിരങ്ങളെ അണിനിരത്തിയുള്ള പ്രതിഷേധങ്ങൾക്ക് അദ്ദേഹം ആഹ്വാനം ചെയ്തിരുന്നു. ഇപ്പൊ ചിന്മയ് കൃഷ്ണദാസ് എന്ന് പറയുന്നത് എന്തിനാണ് അയാളെ ബംഗ്ലാദേശ് ഭരണകൂടം ജയിലിൽ അടച്ചത്? ഇത് 1985 മെയ്യിൽ ചിറ്റോഗോങ്ങിലെ കരിയാ നഗർ ഗ്രാമത്തിലാണ് ചിന്മയ് കൃഷ്ണദാസിന്റെ ജനനം. 12ാം വയസ്സിൽ സന്യാസപദം സ്വീകരിച്ച ഇസ്കോണിന്റെ, അതായത് ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് ഭാഗമായ ദാസ് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണത്തിനായി പ്രവർത്തിച്ചിരുന്നു. അദ്ദേഹമാണ് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണത്തിനായി പ്രവർത്തിച്ച ഒരു വ്യക്തി. ക്ഷേത്രങ്ങൾ വ്യാപകമായി ആക്രമിക്കപ്പെട്ടതോടെയാണ് ദാസിന്റെ ശബ്ദം രാജ്യമൊട്ടാകെ കേട്ടു തുടങ്ങിയത്. ന്യൂനപക്ഷ ഹിന്ദു ഗ്രൂപ്പായ സമ്മിളിത് സനാതൻ ജാഗരൺ ജോട്ടിന്റെ വാക്താവായ ദാസ് അതിക്രമങ്ങളെ തുറന്നു വിമർശിച്ചിരുന്നു. അപ്പം അവർക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളെല്ലാം അദ്ദേഹം തുറന്ന് നല്ല രീതിയിൽ വിമർശിച്ചിരുന്നു. ഒക്ടോബറിൽ ചിറ്റോഗോങ്ങിൽ പ്രതിഷേധ റാലിക്കിടെ ബംഗ്ലാദേശ് ദേശീയ പതാകയെ അപമാനിച്ചെന്ന കുറ്റം ആരോപിച്ചാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. മുൻ പ്രധാനമന്ത്രി ഖലീദ സിയയുടെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി നേതാവാണ് പരാതി നൽകിയത്. തിങ്കളാഴ്ച അറസ്റ്റിലായ ദാസിന്റെ ജാമ്യം നിഷേധിച്ചതോടെ അദ്ദേഹത്തിന്റെ അനുകൂലികളും പ്രതിഷേധം പോലീസുമായുള്ള ഏറ്റുമുട്ടൽ കലാശിച്ചു. ഒരു അഭിഭാഷകന് ജീവൻ നഷ്ടമായി. ഇതിനിടെ ഇസ്കോണിന്റെ മതമൗലികവാദ സംഘടന എന്ന മുദ്രകുത്തി നിരോധിക്കാനുള്ള നീക്കവും അരങ്ങേറി. ഇപ്പോൾ ചിന്മോയ് ദാസിന്റെ അടക്കം സ്വത്തുവകകളും മരവിപ്പിച്ചിരിക്കുകയാണ്. ദാസിന്റെ അറസ്റ്റിലും തുടർന്നുണ്ടായ ആക്രമണങ്ങളിലും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ആശങ്ക അറിയിച്ചെങ്കിലും ആഭ്യന്തര കാര്യമെന്നായിരുന്നു ബംഗ്ലാദേശിലെ പ്രതികരണം. അപ്പം ഇതും ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തിലെ വിള്ളലുകൾ വലുതാക്കി. അപ്പം
അപ്പോൾ ഇന്ത്യ നമ്മൾ ഇന്നലെ പറഞ്ഞ എസ് ജയശങ്കർ മോദിനെ കാര്യങ്ങളൊക്കെ കൂടുതലും അറിയിച്ചു. അപ്പം അതിനകത്ത് ഇടപെടുമെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തിൽ വിള്ളലുകൾ കൂടുതലായിട്ട് വലുതാക്കി. അപ്പം ഇന്ത്യയിൽ കഴിയുന്ന ഷെയ്ഖ് ഹസീനയും ദാസിന്റെ അറസ്റ്റ് അന്യായമാണെന്ന് കാട്ടി പ്രസ്താവന. അപ്പം ഷെയ്ഖ് ഹസീനയും ചിന്മോയ് ദാസിന്റെയും കൃഷ്ണദാസിന്റെ അറസ്റ്റ് അനീതിയാണ്, അത് അന്യായമാണെന്ന് കാട്ടി പ്രസ്താവന നടത്തിയിരുന്നു. അപ്പോൾ ഇസ്കോണിന്റെ മുൻ ചിറ്റാഗോങ്ങിൽ ഡിവിഷണൽ ഓർഗനൈസിംഗ് സെക്രട്ടറി ദാസിനെ നിയമങ്ങൾ ലംഘിച്ചതിന് ഒക്ടോബറിൽ സംഘടനയിൽ നിന്ന് നീക്കിയിരുന്നു. ഇസ്കോൺ ദാസിൽ നിന്ന് അകലം പാലിക്കുന്നുവെന്ന് ബംഗ്ലാദേശ് മാധ്യമങ്ങളും പ്രചരിപ്പിച്ചു. അപ്പം ഇത് കൂടുതൽ ഈ ബംഗ്ലാദേശ് ഭയക്കുന്ന എന്താണെന്ന് പറയുമ്പം ഈ ന്യൂനപക്ഷങ്ങളുടെ ശബ്ദമായിട്ടാണ് അദ്ദേഹം കൂടുതലും പ്രവർത്തിക്കുന്നത്. കാരണം ഹിന്ദുക്കൾ അടക്കമുള്ള ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയുള്ള സംരക്ഷണത്തിനാണ് അദ്ദേഹം കൂടുതലായിട്ടും പ്രവർത്തിച്ചതും അവർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ശബ്ദമുയർത്തിയതൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് അദ്ദേഹത്തെ കൂടുതലായിട്ടും അവർ അദ്ദേഹത്തിനെതിരെ പ്രവർത്തിക്കുക ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ കൂടുതലും അദ്ദേഹം ഈ ഇടക്കാല സർക്കാർ ഷെയ്ഖ് ഹസീന രാജിവെച്ചതിനെ തുടർന്ന് ഇടക്കാല സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ആക്രമണങ്ങൾ കൂടുതൽ രൂക്ഷമായി. അതായത് ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളും അവരുടെ വീടുകളും എല്ലാം തകർക്കുകയും അങ്ങനെ കുറേ പേര് കൊല്ലപ്പെടുകയും റോഡരികിലൊക്കെ ഇപ്പോൾ മർദ്ദിച്ച് കൊല്ലപ്പെടുകയും ചെയ്തതോടെയാണ് അദ്ദേഹം കൂടുതലും ശബ്ദമുയർത്തിയത്. അപ്പം അതുകൊണ്ടാണ് ബംഗ്ലാദേശ് കൂടുതൽ ഇപ്പം ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാനുള്ള ഒരു വ്യക്തി എന്ന നിലയിലാണ് ബംഗ്ലാദേശ് കൂടുതലും അവരെ ഭയക്കുന്നത്. പിന്നെ ബംഗ്ലാദേശിനോട് കടുപ്പിച്ച് ഇന്ത്യ ന്യൂനപക്ഷ വിരുദ്ധ ആക്രമണം തടയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ അടക്കമുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ. അപ്പോൾ ആശങ്ക പ്രകടിപ്പിച്ചെന്നും ന്യൂനപക്ഷങ്ങൾക്കെതിരായ ഭീഷണികളും അക്രമങ്ങളും തടയാൻ നടപടി സ്വീകരിക്കണമെന്നും ബംഗ്ലാദേശിനോട് ആവശ്യപ്പെട്ടതായും വിദേശകാര്യ വക്താവ് രൺദീപ് ജയ്സ്വാൾ അറിയിച്ചു. അപ്പം ഇന്ത്യയും അതിനകത്ത് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ തടയണമെന്ന് ഇന്ത്യയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ന്യൂനപക്ഷ ആക്രമണങ്ങൾ. അതെ. അടുത്ത ആസം സ്വദേശിനിയെ കൊലപ്പെടുത്തിയ മലയാളി അറസ്റ്റിൽ. നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് ആസം സ്വദേശിനിയുടെ കൊലപാതകം, അതിൻ്റെ തെളിവെടുപ്പിനെ പറ്റിയൊക്കെ. ബംഗളൂരുവിലെ അപ്പാർട്ട്മെൻറ്റിൽ അസം സ്വദേശിയായ ബ്ലോഗറെ കൊലപ്പെടുത്തിയ കേസിൽ മലയാളിയായ കാമുകൻ പിടിയിൽ. കൃത്യത്തിന് ശേഷം ഒളിവിൽ പോയ കണ്ണൂർ തോട്ടട സ്വദേശി ആരവ് ഹനോയി 21-നാണ് അന്യസംസ്ഥാനത്ത് നിന്നും പിടികൂടിയിരിക്കുന്നത്. ഇയാളെ ചോദ്യം ചെയ്യലിനായി ബംഗളൂരിലെത്തിക്കും. കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടായിരിക്കും ഒരുപക്ഷെ പുറത്തുവിടാത്തത്. ഗുവാഹട്ടിലെ കൈലാഷ് നഗർ സ്വദേശിയായ മായ ഖോഖെയാണ് കൊല്ലപ്പെട്ടത്. ബംഗളൂരുവിലെ ഇന്ദിരാനഗർ അപ്പാർട്ട്മെന്റിലാണ് മായയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. കൊലപാതക ശേഷം നവംബർ 26-ന് പ്രതി അപ്പാർട്ട്മെന്റിൽ നിന്നും കടന്നു കളയുകയായിരുന്നു. കഴിഞ്ഞ 23-നാണ് മായയും ആരവും അപ്പാർട്ട്മെന്റിൽ ചെക്ക് ഇൻ ചെയ്തത്. പിറ്റേന്ന് മായയെ കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. റൂം എടുത്തിട്ട് 23-നായിരുന്നു ചെക്ക് ഇൻ ചെയ്തത്. അതിൻ്റെ പിറ്റേ ദിവസമാണ് കൊലപ്പെടുത്തിയതായിട്ട് പറയുന്നത്. പ്രതി ബംഗളൂരുവിൽ വിദേശ പഠന കൺസൾട്ടൻസിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. കോറമംഗലയിൽ ജോലി ചെയ്തിരുന്ന മായ ഫാഷൻ, ഭക്ഷണം എന്നിവയെക്കുറിച്ചുള്ള വീഡിയോകളാണ് പ്രധാനമായും. വ്ളോഗറായിരുന്നല്ലോ. അപ്പം അവളുടെ മായയുടെ സബ്ജക്റ്റുകളായിരിക്കാം ഫാഷനും ഭക്ഷണമൊക്കെ ആയിരുന്നു അവർ എൻ്റർടൈൻമെൻറ്റ്സ് ആയിട്ട് കൊടുത്തിരുന്നത്. HSR ലേഔട്ടിൽ സഹോദരിക്കൊപ്പമായിരുന്നു താമസം. സാമൂഹ്യ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട മായയും ആരവും 6 മാസമായി പ്രണയത്തിലായിരുന്നു. 6 മാസത്തെ ബന്ധമാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് പോലീസിന് ലഭിച്ച വിവരം ഇങ്ങനെ 6 മാസമായിരുന്നു 6 മാസമായിട്ട് അവർ പ്രണയത്തിലായിരുന്നു എന്നാണ്. ഇക്കാര്യം മായ സഹോദരിയോട് പറഞ്ഞിരുന്നു. ആരവും മണിക്കൂറുകളോളം ഫോണിലൂടെ സംസാരിച്ചിരുന്നതായും ചില സമയത്ത് ഇവർ തമ്മിൽ വാക്കുതർക്കമുണ്ടായിരുന്നുവെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ തമ്മിലുള്ള ആശയവിനിമയമൊക്കെ ഈ സഹോദരി കാണുന്നുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ചില സമയത്ത് അവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടെന്നാണ്. കൊലപാതകത്തിന് ശേഷം പ്രതി 2 ദിവസം യുവതിയുടെ മൃതദേഹത്തിനൊപ്പം മുറിയിൽ കഴിഞ്ഞുവെന്നാണ്. ഒന്ന് ആലോചിക്കൂ, കൊലപാതകത്തിന് ശേഷം 2 ദിവസം യുവതിയുടെ കൂട്ടത്തിൽ മൃതദേഹത്തിനൊപ്പം കഴിഞ്ഞുവെന്നും ആണ് വിവരം. ദുർഗന്ധം വമിച്ചതോടെ മുറി തുറന്ന് പരിശോധന നടത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത്. നെഞ്ചിലും തലയിലും മുറിവുകളോടെ കട്ടിലിൽ കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. കൊലപാതകം മുൻകൂട്ടി തീരുമാനിച്ച് ആസൂത്രണം ചെയ്ത ആരവ് ഓൺലൈനിൽ നൈലോൺ കയർ വാങ്ങുകയും കത്തി കൈവശം വയ്ക്കുകയും ചെയ്തതായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. അന്വേഷണത്തിൽ കിട്ടിയ തെളിവുകളുടെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം അതിൽ ശിക്ഷകളൊക്കെ. എല്ലാ കാര്യങ്ങളും പുറത്ത് വിട്ടിട്ടില്ല, അപ്പം നോക്കാം. പിന്നെ വേറൊരു ന്യൂസ്, നാളെ ജോലിയുണ്ടോ ഉറപ്പില്ല. അതായത് തൊഴിൽ ചൂഷണത്തെ തുടർന്ന് ഹൈക്കോടതി ഒഴിവാക്കിയ എംപാനൽ നിയമനത്തിന് പകരം KSRTCയിൽ തുടങ്ങിയ ബദലി
നിയമനത്തിൽ നടക്കുന്നത് സമാനതകളില്ലാതെ മനുഷ്യാവകാശ ലംഘനം. മേലുദ്യോഗസ്ഥൻ്റെയോ തൊഴിലാളി സംഘടനാ നേതാവിൻ്റെയോ ഇഷ്ടക്കേടിന് ഇടയായാൽ ഒറ്റ ദിവസം കൊണ്ട് ജോലി നഷ്ടപ്പെടും. അതായത് മേലുദ്യോഗസ്ഥൻ്റെയോ തൊഴിലാളി സംഘടനാ നേതാവിൻ്റെയോ ഇഷ്ടക്കേടിന് എന്തെങ്കിലും എതിരെ പ്രവർത്തിക്കുകയാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് അവരുടെ ജോലി നഷ്ടമാകും. ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുക എന്നതാണ് പുറത്താക്കലിൻ്റെ വഴി. ഒഴിവുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി 10,000 രൂപ സുരക്ഷാ നിക്ഷേപം ഈടാക്കിയ ശേഷമാണ് ഒറ്റ രാത്രി കൊണ്ടുള്ള പുറത്താക്കൽ. ഉപജീവനമാർഗം ഉപേക്ഷിച്ച് വന്ന 200ഓളം കണ്ടക്ടർമാർ ഇന്ന് പെരുവഴിയിലാണ്. സ്വന്തം കാശിന് യൂണിഫോമിനും ക്യാഷ് ബാഗും വാങ്ങി കാത്തിരിക്കുന്നവരെയാണ് ഇവർ വഞ്ചിക്കുന്നത്. ബദലി സംവിധാനത്തിൽ സ്ഥിരം ജീവനക്കാരുടെ അവധിയിൽ ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെടുന്നവർ എന്നാണ് അർത്ഥം. ഇത് 1660 കണ്ടക്ടർമാരും 1740 ഡ്രൈവർമാരുമാണ് ഈ വിഭാഗത്തിൽ ഇപ്പോഴുള്ളത്. ഒരു ഡ്യൂട്ടിക്ക് 715 രൂപ. മറ്റു ആനുകൂല്യങ്ങളൊന്നും ഇവർക്കില്ല. അപ്പം 2018 32,000 സ്ഥിരം ജീവനക്കാരുണ്ടായിരുന്നത് 22,000 കുറഞ്ഞതോടെ ബദലി ജീവനക്കാരുടെ ബലത്തിലാണ് KSRTC നിലനിൽക്കുന്നത് തന്നെ. ഇപ്പോൾ ശബരിമല സ്പെഷ്യൽ സർവീസുകളുടെ പേരിലാണ് അവസാനം ബദലി നിയമനം നടന്നത്. അതിൽ കുറച്ച് പേരെയാണ് ഇപ്പോൾ ഒഴിവാക്കിയത്. അപ്പം മേലുദ്യോഗസ്ഥർക്ക് ഇഷ്ടമില്ലാത്ത, അപ്പോൾ തൊഴിൽ സംഘടനാ നേതാവിന് ഇഷ്ടമില്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ അവർ ഒറ്റ ദിവസം കൊണ്ട് ജോലി നഷ്ടപ്പെടും. അല്ലാതെ ഒരുപാട് KSRTC പ്രശ്നങ്ങളുണ്ട്. അപ്പം അതിൻ്റെ കൂടെയാണ് ഇപ്പം ഈ ഒരു പ്രശ്നം. അടുത്തത് ഫേഞ്ചൽ ഇന്ന് കരതൊടും, അതിശക്ത മഴയ്ക്ക് സാധ്യത. കേരളത്തിൽ അതിശക്ത മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. നാളെ 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 5 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. ഇന്ന് 6 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ അതിതീവ്ര ന്യൂനമർദ്ദം ഫേഞ്ചൽ ചുഴലിക്കാറ്റായി ശക്തി പ്രാപിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കാരൈക്കലിനും മഹാബലിപുരത്തിനും ഇടയിൽ പുതുച്ചേരിക്ക് സമീപം മണിക്കൂറിൽ പരമാവധി 90 കിലോമീറ്റർ വരെ വേഗതയിൽ കരയിൽ പ്രവേശിക്കാം. അപ്പം ഇതൊരു ആൾക്കാർ സൂക്ഷിക്കാനുള്ള ഒരു ബോധവൽക്കരണ പോലെയാണ് കാലാവസ്ഥയുടെ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഫലം കേരളത്തിൽ അതിശക്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇടിമിന്നലോട് കൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിലാണ് നാളെ ഓറഞ്ച് അലർട്ട്. ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ചതോടെ തമിഴ്നാട്ടിലെ തീരദേശ ജില്ലകളിൽ മഴ ശക്തമായിരുന്നു. ചെങ്കൽപ്പേട്ട, വില്ലപുരം, ഗൂഡല്ലൂർ, മയിലാടുതുറ, നാഗപട്ടണം, പുതുച്ചേരി, കാരൈക്കൽ മേഖലകളിൽ ഇന്നലെ ശക്തമായ മഴ പെയ്തു. കാരൈക്കൽ, പുതുച്ചേരി മേഖലകളിൽ ആയിരക്കണക്കിന് ഏക്കർ കൃഷിയിടങ്ങൾ വെള്ളത്തിനടിയിലായി. മഴ പെയ്യുന്നുണ്ട്, ശക്തമായ മഴ നടക്കും. അപ്പം കൃഷിയിടങ്ങളൊക്കെ വെള്ളത്തിലായിട്ടുണ്ട്. തെക്കൻ കേരള തീരത്ത് നാളെയും കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച മുതൽ 3 ദിവസത്തേക്കും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അപ്പോൾ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല, നമ്മൾ പോകുന്നവരുണ്ടെങ്കിൽ അറിയാതെ പോവരുതെന്നുള്ള ഒരു മുൻകരുതലായിട്ട് ജനങ്ങളെല്ലാവരും ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കുക. അതെ. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദാനിക്കെതിരായ കേസ്. അതായത് അദാനിക്കെതിരായ കേസിൽ കൈ കഴുകി കേന്ദ്ര സർക്കാർ. അപ്പോൾ ഇന്നലെ നമ്മൾ അദാനിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോദി അദാനി നല്ല കമ്പനി ആയതുകൊണ്ട് തന്നെ ആ കേസ് ഇതാകും. ഇപ്പോഴത്തെ അദാനിക്കെതിരായ കേസിൽ കൈ കഴുകി കേന്ദ്ര സർക്കാർ. സ്വകാര്യ കമ്പനിയും US സർക്കാരുമായുള്ള കേസ് US സർക്കാർ ബന്ധപ്പെട്ടിട്ടില്ലെന്ന് വിദേശകാര്യ വകുപ്പ്. അപ്പം ഗൗതം അദാനിക്കെതിരായ കൈക്കൂലി കേസിനെ പറ്റി US സർക്കാർ ഇന്ത്യക്കും വിവരം കൈമാറിയില്ലെന്ന് കേന്ദ്ര സർക്കാർ. അപ്പം ഗൗതം അദാനിക്കെതിരായ കൈക്കൂലി കേസിനെ പറ്റിയുള്ള US സർക്കാർ ഇന്ത്യക്ക് വിവരം കൈമാറിയിട്ടില്ലെന്നാണ് ഇപ്പം കേന്ദ്ര സർക്കാർ വെളിപ്പെടുത്തുന്നത്. കേസിൽ സ്വകാര്യ കമ്പനിയും വ്യക്തികളും US നീതിന്യായ വകുപ്പും കക്ഷികൾ. അപ്പം ഇത്തരം കേസുകളിൽ വ്യവസ്ഥാപിത നടപടിക്രമങ്ങൾ പാലിക്കണം. അപ്പോൾ ഇത്തരം കേസുകളെല്ലാം വ്യവസ്ഥാപിതമായിട്ടുള്ള നടപടികൾ പാലിക്കേണ്ടതുണ്ട്. ഈ വിഷയം ഇന്ത്യൻ സർക്കാരിനെ മുൻകൂട്ടി അറിയിച്ചിട്ടില്ലെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കുകയും ചെയ്തു. അപ്പോൾ അദാനിയുമായി ബന്ധപ്പെട്ട കേസിൽ ഇന്ത്യയും US-ഉമായി ആശയവിനിമയം നടത്തിയിട്ടില്ല. അപ്പം അദാനിയുടെ പേരിൽ ഉയർന്നിരിക്കുന്ന കേസിലും ഇന്ത്യയും US-ഉം തമ്മിലും ആശയവിനിമയം ഇതുവരെ നടത്തിയിട്ടില്ല. അപ്പോൾ സമൻസ്, അറസ്റ്റ് വാറന്റുമായി ബന്ധപ്പെട്ട് വിദേശ സർക്കാരിൽ നിന്നുള്ള അഭ്യർത്ഥന പരസ്പര നിയമസഹായത്തിന്റെ ഭാഗമാണ്. US-ൽ നിന്നും അത്തരം അഭ്യർത്ഥന ഉണ്ടായിട്ടില്ലെന്നും ജയ്സ്വാൾ പറഞ്ഞു. അപ്പം US-ൽ നിന്നും അത്തരത്തിലുള്ള അഭ്യർത്ഥനകളൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് ജയ്സ്വാൾ പറയുന്നത്. സൗരോർജ്ജ കരാറുകളായി $250 മില്യൺ ഇന്ത്യയിലെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകിയെന്നാരോപിച്ച് കഴിഞ്ഞ 21-നാണ് US പ്രോസിക്യൂഷൻ ന്യൂയോർക്ക് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. അപ്പം ആരോപണം അദാനി ഗ്രൂപ്പ് നിഷേധിക്കുകയും ചെയ്തിരുന്നു. അപ്പം ഈ കേസിന് എന്താണ് തുടർ നടപടി എന്നുള്ള കാര്യം അറിയില്ല. അപ്പം എന്താണെന്ന് നമുക്ക് നോക്കാം. പിന്നെ വേറൊരു ന്യൂസ് എന്ന് പറയുന്നത് വധശ്രമത്തിന് ശേഷം ട്രംപിന്റെ ജീവൻ അപകടത്തിൽ നിന്ന് പൊട്ടി.
അത് വധശ്രമത്തിന് അപ്പം ട്രംപിന് വധശ്രമം ഉണ്ടായതൊക്കെ വലിയ വിവാദമായിരുന്നു. അപ്പം വധശ്രമത്തിന് ശേഷം ട്രംപ് സുരക്ഷിതനാണെന്ന് വിശ്വസിക്കുന്നില്ലെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. അത് കഴിഞ്ഞ ദിവസം ഗസക്കിസ്ഥാൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജൂലൈയിൽ പെൻസിൽവാനിയയിൽ നടന്ന വധശ്രമത്തിൽ ട്രംപിന് പരിക്കേറ്റിരുന്നു. ഫ്ലോറിഡയിൽ ഗോൾഫ് കോർട്ടിൽ വെച്ചും വധശ്രമം ഉണ്ടായിരുന്നു. ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പുടിന്റെ ഈ പ്രതികരണം. അപ്പം ട്രംപ് വധശ്രമത്തിന് ശേഷം ട്രംപിന്റെ ജീവൻ അപകടത്തിലാണെന്നാണ് പുടിൻ പറയുന്നത്. അമേരിക്കയുടെ ചരിത്രത്തിൽ വിവിധ സംഭവങ്ങൾ നടന്നിട്ടുണ്ടെന്നും ട്രംപ് ജാഗ്രത പുലർത്തണമെന്ന് പ്രതീക്ഷിക്കുന്നതായും പുടിൻ പറഞ്ഞു. ട്രംപ് ബുദ്ധിമാനായ ഭരണാധികാരിയാണ്. പരിചയസമ്പന്നനായ രാഷ്ട്രീയക്കാരനായതിനാൽ സാഹചര്യങ്ങൾ മുൻകൂട്ടി കാണാൻ അദ്ദേഹത്തിന് കഴിവുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ ട്രംപിനെ നേരിടാൻ തികച്ചും അപരിഷ്കൃതമായ രീതികൾ ഉപയോഗിച്ചതായും പുടിൻ ചൂണ്ടിക്കാട്ടി. അപ്പോൾ US തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ട്രംപിന്റെ കുടുംബത്തെയും കുട്ടികളെയും രാഷ്ട്രീയ എതിരാളികൾ എങ്ങനെ വിമർശിച്ചു എന്നത് തന്നെ കൂടുതൽ ഞെട്ടിച്ചുവെന്നും പുടിൻ പറഞ്ഞു. റഷ്യയിൽ കൊള്ളക്കാർ പോലും അത്തരം രീതിയിൽ അവലംബിക്കില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം ട്രംപിന് വധശ്രമത്തിന് ശേഷം ജീവൻ അപകടത്തിലാണെന്നാണ് പുടിൻ പറയുന്നത്. റഷ്യൻ പ്രസിഡന്റ്. നമുക്ക് സ്പോർട്സ് പേജിലോട്ട് പോകാം. അപ്പോൾ സ്പോർട്സിനകത്ത് മെയിനായിട്ട് കൊടുത്തേക്കുന്ന ന്യൂസ് എന്ന് പറയുന്നത് മുംബൈക്കെതിരെ കേരള ഹിറ്റ്. ഇപ്പോൾ T20 ക്രിക്കറ്റിൽ മുംബൈയെ അട്ടിമറിച്ച് കേരളം 20 ഓവറിൽ 234 റൺസ് റെക്കോർഡ് സ്കോർ. അപ്പോൾ സൽമാൻ നിസാർ 49 പന്തിൽ 99 റൺസും രോഹൻ കുന്നുമ്മൽ 48 പന്തിലും 87 റൺസുമാണ് അടിച്ചത്. അപ്പം ഇന്ത്യൻ ആഭ്യന്തര ക്രിക്കറ്റിലെ കരുത്തരായ മുംബൈയെ കേരളം അട്ടിമറിച്ചു. റെക്കോർഡിന്റെ പകിട്ടോടെ സെയ്ദ് മുഷ്തഖ് അലി T20 ക്രിക്കറ്റിൽ 4 ഇന്ത്യൻ താരങ്ങളുമായി അണിനിരുന്ന മുംബൈ ടീമിനെ കേരളം 43 റൺസിന് തകർത്തു. സ്കോർ കേരളം 20 ഓവറിൽ 5-ന് 234, മുംബൈ 191-9. അപ്പോൾ മുഷ്തഖ് അലി ടൂർണമെന്റിൽ കേരളത്തിന്റെ ഉയർന്ന സ്കോറും കൂടിയാണിത്. 3-ാം വിക്കറ്റിൽ രോഹൽ കുന്നുമ്മലും സൽമാൻ നിസാറും ചേർന്ന് 74 പന്തിൽ കുറിച്ച 140 റൺസാണ് കൂറ്റൻ സ്കോറിലേക്ക് കേരളത്തെ എത്തിച്ചത്. സൽമാൻ 49 പന്തിൽ 99 റൺസുമായി പുറത്താകാതെ നിന്നപ്പോൾ രോഹൻ 48 പന്തിൽ 87 റൺസ് അടിച്ചു. സൽമാന്റെ ഇന്നിംഗ്സിൽ 8 സിക്സും 5 ഫോറുകളുമാണുള്ളത്. രോഹൻ 7 സിക്സും 5 ഫോറുകളും അടിച്ചു. അപ്പം കേരളം T20 ക്രിക്കറ്റിൽ മുംബൈ അട്ടിമറിച്ചിരിക്കുകയാണ് കേരളം. അപ്പോൾ കേരളത്തിന് കേരളം 20 ഓവറിൽ 234 റൺസ്. അപ്പോൾ റെക്കോർഡ് സ്കോറാണ് കേരളത്തിന്റെ. പിന്നെ വേറൊരു ന്യൂസ് എന്ന് പറഞ്ഞാൽ ഫിഫ റോഡ്രി ഹാളൻഡ് പട്ടികയിൽ മെസ്സി ഉണ്ട്, ക്രിസ്ത്യാനോ ഇല്ല. അപ്പോൾ നമ്മുടെ ഫുട്ബോളിലെ ഏറ്റവും വലിയ അതാണ് മെസ്സിയും മെയിൻ ആൾക്കാരാണ് മെസ്സി, റൊണാൾഡോ ഒക്കെ. അപ്പം ഈ വർഷത്തെ മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരത്തിനുള്ള ചുരുക്കപ്പട്ടികയിൽ അർജന്റീന താരം ലയണൽ മെസ്സി ഇടം പിടിച്ചു. മറ്റൊരു പ്രധാന കളിക്കാരനായ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇടം പിടിച്ചില്ല. അപ്പം മെസ്സിയും റൊണാൾഡോയും തമ്മിലുള്ള പണ്ടോട്ടേ ഉള്ളൊരു കണ്ടിന്യൂസ് ആയിട്ട് വരുന്നൊരു ഇതാണ്. അപ്പം മെസ്സി എവിടെ ഉണ്ടോ റൊണാൾഡോ അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം മെസ്സി ഇടം പിടിച്ചിട്ടുണ്ട്, പക്ഷെ റൊണാൾഡോയുടെ പേര് ആ പട്ടികയിലില്ല. ബാലൻഡിയോർ പുരസ്കാര ജേതാവായ സ്പാനിഷ് താരം റോഡ്രി കഴിഞ്ഞ സീസണിൽ ഗോൾ അടിച്ചു കൂട്ടിയ നോർവേ താരം എർലിംഗ് ഹാളണ്ട് എന്നിവർ സാധ്യതയിൽ മുന്നിലുണ്ട്. ഇരുവരും മാഞ്ചസ്റ്റർ സിറ്റിയുടെ കളിക്കാരാണ്. റയൽ മാഡ്രിഡിൽ നിന്ന് ബ്രസീലുകാരനായ വിനീഷ്യസ് ജൂനിയർ, ഫ്രഞ്ച് താരം കിലിയൻ എംബാപ്പെ, ഇംഗ്ലീഷുകാരനായ ജൂഡ് ബെല്ലിംഗാം, ജർമ്മൻകാരനായ ടോണി ക്രൂസ് തുടങ്ങിയവരുമുണ്ട്. ബാഴ്സലോണയുടെ യുവതാരം ലാമിൻ യമാലും പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ യൂറോപ്പിന് പുറത്തുള്ള ക്ലബിനു വേണ്ടി കളിച്ച പട്ടികയിൽ ഇടം നേടിയ ഒരേ ഒരാളും മെസ്സിയാണ്. അപ്പം യൂറോപ്പിന് പുറത്തുള്ള ക്ലബിന് വേണ്ടി കളിച്ച പട്ടികയിൽ ഇടം നേടിയിട്ടുള്ളത്. അപ്പോൾ റൊണാൾഡോ യൂറോപ്പിന് വെളിയിലുള്ള ക്ലബിലാണ് അൽ നാസർ കളിക്കുന്നത്. അപ്പോൾ യൂറോപ്പിന് പുറത്തുള്ള ക്ലബിന് വേണ്ടി കളിച്ച പട്ടികയിൽ ഇടം നേടിയ ഒരേ ഒരു പേര്, ഇതിനകത്ത് ലിസ്റ്റിൽ വന്നിട്ടുള്ള ഒരേ ഒരു പേര് മെസ്സിയുടെയാണ്. അപ്പോൾ ഫിഫ പുരസ്കാരം ബാലൻഡിയോറും ഒരുമിച്ച് നൽകിയിരുന്നപ്പോൾ 5 വട്ടവും പിന്നീട് ഫിഫ ദി ബെസ്റ്റായി അവാർഡ് പുതുക്കിയ ശേഷം 3 തവണയും ജേതാവായിരുന്ന മെസ്സി ഇപ്പോൾ US ക്ലബായ ഇന്റർ മിയാമിയിലാണ് കളിക്കുന്നത്. 2 വിഭാഗങ്ങളിലുമായി ക്രിസ്ത്യാനോ റൊണാൾഡോ 5 വട്ടം പുരസ്കാരം നേടിയിട്ടുണ്ട്. അപ്പം എന്താണ് അത് റൊണാൾഡോയുടെ ആരാധകർക്കൊക്കെ വലിയ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം മെസ്സിയെ പരിഗണിച്ചു, പക്ഷെ റൊണാൾഡോ ഇതിനകത്ത് പരിഗണിച്ചിട്ടില്ല ഫിഫയിൽ. അതെന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. കാരണം റൊണാൾഡോ ഇപ്പോൾ ബെസ്റ്റായിട്ട് തന്നെ കളിക്കുന്നുണ്ട് 39ാമത്തെ വയസ്സിലും. എന്നിട്ട് എന്താണ് എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കുന്നത് നമുക്കറിയില്ല. എന്നാലും ക്രിസ്ത്യാനോയുടെ ആരാധകർക്കെല്ലാം വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ സ്പോർട്സിൽ അതൊക്കെയാണ് മെയിനായിട്ടുള്ള ന്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അതെ, വീണ്ടും നമുക്ക് തിരുത്തി അടുത്ത പുതിയ ന്യൂസുകളുമായിട്ട് പുതിയ വാർത്തകളുമായിട്ട് വീണ്ടും നാളെ കാണാം. അതെ, അപ്പം നാളെ കാണാം.